ഇന്ന് രാത്രിയിലെ ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇത് ദീർഘദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. ഈ ദിവസങ്ങൾ തീരുക ഇല്ലയോ? നാളെ എങ്ങാണ്ടാ തീരുന്നു. അപ്പോൾ ഈ സമാപന ദിവസത്തിൻ്റെ ഈ രാത്രിയിൽ ഞങ്ങൾക്കും ഒന്നിച്ചു കൂടി നിങ്ങളോടൊരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാനിടയാകുന്നതിൽ കർത്താവിനും മഹത്വം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചില സന്ദർഭങ്ങളിൽ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആദ്യ സമയത്ത് വരുമ്പോൾ ഇതുപോലെ ശീതീകരിച്ച മുറിയൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ വലിയ ചൂട് ഒന്നുമില്ലാതെ വളരെ സൗകര്യപ്രദമായ നിലയിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് തരുന്ന അവസരത്തിനായിട്ടും സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയങ്ങൾ ശാന്തമായിട്ട് ധ്യാനിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. അതിന് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു വേദശകലമാണ് വായിച്ചത്. ഉപവാസ പ്രാർത്ഥനയാണല്ലോ. 2-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടി ആ വാക്യശകലം വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ യോഗം എപ്പോഴാണ് നിർത്തേണ്ടത്? പ്രസംഗം എപ്പം നിർത്തണം? മണിച്ച പ്രസംഗം എപ്പം നിർത്തണം? സമയം എടുത്തോളം പറഞ്ഞാൽ ഞാൻ ചിലപ്പം വെളുപ്പിനെ വരെ പ്രസംഗിക്കും. എന്നാലും നിങ്ങൾക്ക് ഒരു സമയമുണ്ടല്ലോ. 9:30. ഓക്കെ, 9:30 ആകുമ്പോൾ പ്രസംഗം നിർത്തും. എന്താ മണിച്ച? 9:30 അതോ 9-ന് നിർത്തണം? അപ്പോൾ 9:30 ആകുമ്പോൾ പ്രസംഗം നിർത്തും. ഒരിക്കൽ കൂടി ആ തിരുവചനം ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വായിച്ചാട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കാട്ടുപാമ്പോണ്ടോത്തുമേളിക്കും കുട്ടികളെന്നാൽ വാട്ടമുണ്ടാകയില്ലേതുമേ. കാട്ടുപാമ്പോണ്ടോത്തുമേളിക്കും കുട്ടികളെന്നാൽ
മോദം മതി മോദം മോദം വാഴ്ത്തക്കാലം സാദരമാനഞ്ഞിടും രണ്ടാം സങ്കീർത്തനം 12-ാം വാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഈ പരുവത്തിന് നിൽക്കട്ടെ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. അപ്പോൾ വഴിയിൽ നശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വഴിയിൽ നശിച്ചു പോയ ധാരാളം ആൾക്കാരുമുണ്ട്. നമുക്ക് വഴിയിൽ വെച്ച് നശിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിലും ഈ വഴിയിൽ നമ്മെ നശിപ്പിക്കുവാൻ കച്ച കെട്ടി നിൽക്കുന്ന ചില ആൾക്കാരുമുണ്ട്.
അപ്പോൾ ഇതിന്റെ നടുവിൽ നശിച്ചു പോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം പുത്രനെ ചുംബിച്ചോണം. അത് യൂദ ചുംബിച്ചതുപോലെ ചുംബിക്കരുത്, മറിയ ചുംബിച്ച പോലെ. ഇപ്പം കൂടുതലും യൂദായുടെ ചുംബനമായി നടക്കുന്നേ. പുള്ളി അവിടെ ചെന്നേച്ച് പറഞ്ഞ് കാശ് നമ്മളൊരു ധാരണയില്ല, എല്ലാം ഒത്തിട്ട് പുള്ളി ഇവിടെ വന്ന് ചുംബിക്കുക. ചുംബനം കണ്ടാൽ നമ്മൾ ഓർക്കും ഇതുപോലെ ആത്മാർത്ഥതയുള്ള ഒരാള് വേറെ ഇല്ല. പുള്ളി ഇതെല്ലാം ഒപ്പിച്ചേച്ചാ ഇവിടെ വന്ന് ചുംബിക്കുന്നത്. അങ്ങനത്തെ ഒരു ആത്മീക ലോകത്താ ഞാനും നിങ്ങളും പാർക്കുന്നത്. അപ്പൊ ഇതിന്റെ നടുവിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനെ ചുംബിച്ചോണം. വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ആരായി പുത്രൻ? അത് പിതാവ് തന്നെ ഡയറക്റ്റ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതാ സാക്ഷാൽ പുത്രൻ. ആ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. ആ സ്വാതന്ത്ര്യമാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. 2 പ്രാവശ്യം പിതാവ് സ്പഷ്ടമായിട്ട് പറഞ്ഞു ഇവൻ എൻ്റെ പുത്രനാണെന്ന്. ഒന്ന്, നിങ്ങൾക്കറിയാം, എല്ലാം ശരിയാണോ? അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യ സാക്ഷ്യം പ്രസ്താവിച്ചത് നമ്മുടെ അരുമനാഥനാകുന്ന ക്രിസ്തു സ്നാനപ്പെടുന്ന സമയത്താണ്. യോർദാന്റെ തീരത്ത് ധാരാളം ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്നു. യേശു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ നടന്നു വരുന്നു. അപ്പോൾ യോഹന്നാൻ യേശുവിനെ തടയുന്നു. അപ്പോൾ യേശു ന്യായമായി പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാൻ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അങ്ങനെ സമ്മതിപ്പിച്ചു. 2 പേരും ചില പാത്രത്തിൽ വെള്ളമെടുത്ത് സ്നാനം നടത്തിയെന്നല്ല, മുടുത്ത തൊട്ടിക്കകത്ത് ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. യോഹന്നാൻ യേശുവിനെ അതിൽ നിന്ന് ഇച്ചിരി വെള്ളമെടുത്ത് കുടഞ്ഞൊന്നുമല്ല, 2 പേരും വെള്ളത്തിൽ ഇറങ്ങി. യോഹന്നാന്റെ കൈക്കീഴിൽ ക്രിസ്തു സ്നാനപ്പെട്ടു. അപ്പോൾ സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു. എന്തോ പറഞ്ഞു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഈ സ്നാനപ്പെടുമ്പോൾ സ്വർഗം സാക്ഷിക്കും. സാക്ഷി പറയുന്ന ഒരു 3 പേരാണ് യോഹന്നാന്റെ ലേഖനത്തിൽ: ആത്മാവ്, രക്തം, വെള്ളം അല്ലെ ജലം. ഭൂമിയിൽ 3 സാക്ഷ്യം പറവതോർത്താൽ, ഭൂമിയിൽ 3 സാക്ഷ്യം പറവതോർത്താൽ, ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും. ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും. ഇവയിൽ വെള്ളമത് സാക്ഷ്യം വഹിപ്പതിതമയേ. ഇവയിൽ വെള്ളമത് സാക്ഷ്യം വഹിപ്പതിതമയേ. അപ്പോൾ വെള്ളം സാക്ഷ്യം പ്രസ്താവിക്കും. എന്നാൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ. അപ്പോൾ സ്നാനപ്പെട്ട് അതിനുശേഷമായി യേശു 40 ദിവസം ഉപവസിച്ചു. അതിനുശേഷമായിട്ട് പിന്നെ ശുശ്രൂഷ അങ്ങോട്ട് ആരംഭിക്കുക. യേശു ആത്മാവിന്റെ ശക്തിയോടെ, സ്തോത്രം, മരുഭൂമിയിലേക്ക് പോയി. പിശാച് 40 ദിവസവും കർത്താവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അത് മത്തായി വായിക്കുന്നത് 40 ദിവസം കഴിഞ്ഞപ്പോൾ പിശാച് വന്നെന്നാ മത്തായി എഴുതിയേക്കുന്നത്. 40 ദിവസം കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണ് മത്തായി 4 വായിക്കുന്നത്. അങ്ങനെയോ 4-ാം അധ്യായത്തിന്റെ 1, 2 ഒന്ന് വായിച്ച് സഹായിക്കാമോ?
40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് 40 ദിവസം കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നെന്നാണ് മത്തായി എഴുതിയേക്കുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ 40 ദിവസം കഴിഞ്ഞു വന്നെന്നല്ല, 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്ന യേശു പരിശുദ്ധാത്മാവ് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ ലൂക്കോസ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. മത്തായി എഴുതിയേക്കുന്ന 40 കഴിഞ്ഞപ്പം വന്നെന്നാ. പക്ഷെ ലൂക്കോസ് കുറച്ചുകൂടെ ക്ലിയർ ആക്കി, 40 കഴിഞ്ഞപ്പം വന്നു, പക്ഷെ 40 ദിവസവും പരീക്ഷ ഉണ്ടായിരുന്നു. 40 ദിവസവും. മൂത്താബാക്കലെ ഉപദേശിയോട് പണ്ടൊരാൾ ചോദിച്ചു, ഒരു കുസൃതിക്കാരനാ എന്നാലും ചോദിച്ചു, അപ്പച്ച ഈ പരീക്ഷയുണ്ടെന്നാ എല്ലാവരും പറയുന്നത്, അത് ശരിയാണോ? ഉപദേശി പറഞ്ഞു, പരീക്ഷയുണ്ട് കുഞ്ഞെ. അപ്പൊ അവൻ ചോദിച്ചു, അപ്പച്ചന് പരീക്ഷയുണ്ടോന്ന്. ഉപദേശി പറഞ്ഞു, മോനെ എനിക്ക് പരീക്ഷ ഉണ്ട്. അപ്പൊ ചോദിച്ചു, അപ്പച്ചനെ ആരായി പരീക്ഷിക്കാൻ വരുന്നത്? അപ്പൊ പുള്ളി ഉടനെ ഒരു വരി എഴുതി, കൂടുതലും പാട്ട് കൂടാ, ആരൊക്കെയാ പരീക്ഷിക്കുന്ന അപ്പച്ചനെ. പ്രായമൊക്കെ ഉണ്ടെങ്കിലും പരീക്ഷിക്കാൻ ആരൊക്കെയായി വരുന്നത്. അവിടെ പുള്ളി പേന എടുത്ത് എഴുതി, പാപം പരീക്ഷിക്കും ലോകം പരീക്ഷിക്കും സാത്താൻ, ബന്ധുക്കൾ എല്ലാം പരീക്ഷിക്കും. പാപം പരീക്ഷിക്കും, ലോകം പരീക്ഷിക്കും, സാത്താൻ പരീക്ഷിക്കും, ബന്ധുമിത്രാദികളെ കൂടി പരീക്ഷ വരും. വിവിധ നിലകളിൽ പരീക്ഷ ഉണ്ടാകും. അവൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. ആ കുസൃതിക്കാരൻ വീണ്ടും ചോദിച്ചെന്നാ പറഞ്ഞേ, അപ്പച്ച എപ്പോഴൊക്കെയാ പരീക്ഷ ഉണ്ടാകുന്നെന്ന്? എപ്പോഴൊക്കെയാ പരീക്ഷ ഉണ്ടാകുക അറിയാനുള്ള തൃഷ്ണ കൊണ്ടായിരിക്കും ചോദിച്ചത്. ഉടനെ അദ്ദേഹം അടുത്ത ലൈൻ എഴുതി, പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. അപ്പൊ പാപം പരീക്ഷിക്കും, ലോകം പരീക്ഷിക്കും, സാത്താനും ബന്ധുമിത്രാദികളിൽ കൂടിയൊക്കെ പരീക്ഷകൾ വരും. അത് പകലിൽ പരീക്ഷ വരും, രാത്രി പരീക്ഷ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷ. അപ്പോൾ പരീക്ഷകൾ വിവിധ നിലകളില്ല. ഇവിടെ മത്തായി സുവിശേഷത്തിൽ 40 കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ വന്നു. ലൂക്കോസ് എഴുതിയേക്കുന്നത് 40 ദിവസവും പരീക്ഷിച്ചു. അപ്പൊ ഒരു ചിന്ത, ഈ 40 ദിവസവും എന്തോ പരീക്ഷയായിരുന്നു. അത് മർക്കോസ് അതിനൊരു ചെറിയ ആൻസർ തരുന്നുണ്ട്. 40 ദിവസവും എന്തോ പരീക്ഷയാ. മർക്കോസ് 1:12 വായിച്ച് 40 ദിവസത്തെ പരീക്ഷ ഏത് വിധത്തിലായിരുന്നെന്ന. മർക്കോസ് 1:12. അവിടെ അവൻ ഒരു ചെറിയ ആൻസർ തന്നു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടെന്ന 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. അപ്പൊ അതിന് ഒരു ആശയം, യേശു മരുഭൂമിയിൽ ഉപവസിച്ചപ്പോൾ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിയിലുള്ള ചിന്ത, ആന, കടുവ, പുലി, കരടി, കാട്ടുപോത്ത്,
ഇത്യാദി വന്യജീവികളുമായി ഫാസ്റ്റിംഗ് പ്രയർ നടത്തിയെന്നല്ല. അല്ല, ചിലർക്ക് അങ്ങനെ കാട്ടുമൃഗങ്ങളോടുകൂടെ ഫാസ്റ്റിംഗ് പ്രയർ. പണ്ട് കുമ്മിക്കൊരു പാട്ടുണ്ട്, കാട്ടിലെന്തുണ്ടും മൂളുന്നു കണ്ണ കേട്ടിട്ടേറ്റം ഭയമുണ്ടെനിക്ക്, കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്തു കരിമ്പുലി കൂട്ടം, കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്തു കരിമ്പുലി കൂട്ടം. കാട്ടിലെന്തുണ്ടും മൂളുന്നു കണ്ണ കേട്ടിട്ടേറ്റം ഭയമുണ്ടെനിക്ക്, കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്തു കരിമ്പുലി കൂട്ടം. കണ്ടാലെന്നെ പിടിച്ചവർ തിന്നും അയ്യോ ചതി ചെയ്യല്ലേ, കണ്ടാലെന്നെ പിടിച്ചവർ തിന്നും അയ്യോ ചതി ചെയ്യല്ലേ. അപ്പൊ വേറെ പാട്ടാ. കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നുവെന്ന് പറഞ്ഞാൽ ആന, കരടി, പുലി, കടുവ ഇത്യാദി ജീവികളുമായി ഫാസ്റ്റിംഗ് പ്രയർ എടുത്തെന്നല്ല. അതിനൊരു ആശയം വേദപഠിതാക്കൾ പറയുന്നത്, ഈ 40 ദിവസവും അവിടുന്ന് ഉപവസിച്ചപ്പോൾ മൃഗീയമായ പല വിഷയങ്ങൾ നേരിട്ടു. മൃഗീയമായ പല വിഷയങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് പറയാ, നീ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ജാഗരിക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, അത് വീട്ടിലകട്ടെ, സഭയ്ക്കകത്താകട്ടെ, ദേശത്താകട്ടെ ഇരിക്കുമ്പോൾ മൃഗീയമായ പല വിഷയങ്ങൾ വരും. മൃഗീയമായ വിഷയങ്ങൾ വരും എന്ന് പറഞ്ഞ മൃഗമാണെന്നല്ല, മൃഗത്തിന്റെ സ്വഭാവം. പണ്ട് പേപ്പറിൽ വാർത്ത വന്നല്ലേ, മൃഗം സാജു, അതാ മൃഗം സാജു ഇല്ലേ? പേപ്പർ വായിച്ചില്ലേ? വേറൊരാളെ പറ്റി പറഞ്ഞ എന്നോട് ചോദിച്ചു എവിടാ യോഗം? ഞാൻ പറഞ്ഞ കരടി ബാബുവിന്റെ വീട്ടിലാണോ? എന്നോട് ചോദിച്ചതാ. പുള്ളി കരടിയല്ല. മൃഗസ്വഭാവം. അങ്ങനെയുള്ള വ്യക്തികളുണ്ട് ഇല്ലേ? ഉണ്ട്. ചിലർ പറയില്ലേ, അയാളൊരു പോത്താ. അയാൾ പോത്തൊന്നുമല്ല, കൊമ്പും പാലും ഒന്നും പുള്ളിക്കില്ല. പക്ഷെ പോത്തിന്റെ അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. വേറെ പുസ്തകത്തിൽ അങ്ങനെ അല്ലയോ? അപ്പൻ ഭാവികാലം സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ അനുനയിക്കുമ്പോൾ അങ്ങനെ പ്രയോഗം നടത്തി. അവൻ യഹൂദ ബാലസിംഹം, സിംഹ തുല്യന. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്ന. കണ്ടോ? സ്തോത്രം. ദാൻ വരികിലൊരു പാമ്പ്. കണ്ടോ? സ്വഭാവം വെച്ചാ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുത്തനെ പറ്റി വായിക്കുന്ന കാട്ടുകഴുത എന്നാ. കഴുതയ്ക്കോ ബോധമുള്ളതല്ല. കാട്ടുകഴുതയാകുമ്പം ഒട്ടും ബോധം വരാൻ. സ്തോത്രം. ഇസഖാരോ അസ്ഥിബലമുള്ള കഴുത. അപ്പൊ ഇതിന് ഓരോ സ്വഭാവം അനുസരിച്ച എന്ന് പറഞ്ഞ പോലെ ഈ 40 ദിവസം അവിടുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കാട്ടുമൃഗങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ ഒരഭിപ്രായം, മൃഗീയമായ പല വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ ഒരു കാര്യം പറയാം, അതിനെല്ലാം യേശു ജയിച്ചു. നമുക്ക് മാതൃകയാ. നമ്മുടെ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, കുടുംബജീവിതത്തിൽ, ആരാധനയിൽ, പ്രാർത്ഥനയിൽ, കൂട്ടായ്മയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, നീ അതിനെ ജയിക്കണം. ഹല്ലേലൂയ. അതിനെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഇതുപോലത്തെ വിഷയങ്ങൾ വരും. സിംഹം ചാടി വീഴും, അതിനെ നീ ജയിച്ചോണം. ചാടി വീഴുമ്പോൾ നീ ചെയ്യേണ്ടത് പേടിച്ചോടുക, ആത്മാവിൽ അങ്ങ് നിറയണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിൽ ഓർപ്പിച്ചു, ബാലസിംഹം ചാടി വീണപ്പോൾ ദൈവാത്മാവ് അവന്റെ മേൽ വന്നു. സിംഹമാ ചാടി വന്നത്, പക്ഷേ ആത്മാവിൽ ബലപ്പെട്ടപ്പോൾ അത് ആട്ടുകുട്ടിയെ പോലെ തോന്നി. ദൈവത്തിന് മഹത്വം. മൃഗീയമായ വിഷയങ്ങൾ വരുമ്പോൾ, മൃഗ സ്വഭാവങ്ങൾ വരുമ്പോൾ നീ തളർന്നു പോകരുത്, നീ പതറിപ്പോകരുത്, നീ ക്ഷീണിക്കരുത്. ഇന്ന് രാത്രി ബലപ്പെട്ടോണം. ദൈവത്തിന് മഹത്വം. ഓ റീഷസ് കൈഡിബി കമ്പല ഊരബ ശൈദൽ കമനബടബല ദിരിബിക ബടബടബല ദിരിബിക ബടബക്ഷ. ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ അടമനയാ ദുരബടബലബലബല അർത്തരി വൈഷസ് കൈഡമനബടബല ദീരബ ശൈദൽ കബരബടബല. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ, ദൈവശക്തികൾ നിറയട്ടെ. ദൈവത്തിന് മഹത്വം. കൃപ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ പതിയിരിക്കും, നീ അടുത്ത് വരുമ്പോ ചാടി വീഴും. പ്രൈസ് ദ ലോർഡ്. സിംഹം പതിയിരുന്നത് വൻകാട്ടിലല്ല, മുന്തിരിത്തോട്ടത്തിന്റെ സമീപത്തെത്തിയപ്പോഴാണ്. നമ്മൾ ചില ചിന്തകൾ പ്രത്യേക സ്ഥലത്ത് അഭിശാചരിക്കുന്നത് അല്ലല്ല, ഇതിനകത്ത് കയറിയിരിക്കും. അയ്യോ, അടുത്ത കസേര വന്നിരിക്കും. വേദപുസ്തകം ബൈബിളുമായിട്ട് വരുമെന്ന് ഷാശേ. നമ്മൾ ഓർക്കുന്ന ഷാജി വരുന്നത് വാക്കത്തിയായിട്ടാണോ? അല്ലല്ല, ബൈബിളുമായിട്ട് വരും. ബൈബിളുമായിട്ട് വരുന്നത് ഇതുപോലെ പുസ്തകം എന്നല്ല, യേശുവിൻ്റെ ഒക്കെ വാക്യമായിട്ടല്ലേ വന്നേ. അത് വേറെ ദിവസമല്ലേ, തിരുവെഴുത്തല്ലേ. നമ്മളോർക്കുന്ന ഭരണിപ്പാട്ടുമായിട്ടാണ് ഷാജി വരുന്നത്. അതല്ലല്ല, ഷാജി ഇപ്പം അത് പാടാറേ ഇല്ല. ഷാജിന് വരാൻ നാണക്കേടായി. ഓ, അതൊന്നും പാടണ്ട. കാരണം പാടാൻ നമ്മുടെ ഇടയിൽ ആൾക്കാർ വിവേചിക്കണം. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ വരും. ഇവൻ മുന്തിരിത്തോട്ടത്തിന് സമീപം എത്തിയപ്പോൾ, മുന്തിരിത്തോട്ടം ഈ മുന്തിരിത്തോട്ടം എങ്ങനെ ആയിരിക്കണം അമ്മാമേ? കറക്റ്റാ. വായിച്ച് 5:1 മുതൽ വായിര്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടൊന്ന് അമ്മാമയ്ക്ക് വായിക്കണം, ഇല്ലെങ്കിൽ എടുത്തവരൊന്ന് വായിക്കണം. അമ്മാമ വായിച്ചു. അല്ലല്ല, ആഗ്രഹത്തോടെ വായിച്ചല്ലേ അമ്മാമ ഇനി മുന്നിൽ വരാമോ? അതോ ഫിക്സഡ് സീറ്റാണോ? എന്നാ അവിടെ ഇരുന്ന് വായിച്ചോ. ഇനിയിപ്പോൾ അത് കളയൊന്നും വേണ്ട. വായിച്ചു. ഏറ്റവും ഫലവത്തായത് കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി, അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. അപ്പൊ ഇതാണ് മുന്തിരിത്തോട്ടത്തിന്റെ ക്രമീകരണം. ഞാൻ എൻ്റെ പ്രിയതമനവ് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച്, എൻ്റെ പ്രിയന്റെ
പാട്ട് പാടും. ആ പാട്ടേ പാടാവൂ. വേറെ പ്രിയന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റേജേ വന്ന് പ്രിയന്റെ പാട്ട് പാടിയേച്ച് പിറ്റേ ദിവസം ചെന്ന് വേറൊരു സ്റ്റേജ് പെരിയാറെ എന്ന് പാടരുത്. മനസ്സിലായി കാണും. മനസ്സിലായല്ലോ? ഈ ഞായറാഴ്ച ഈ പുൾപ്പിറ്റ് നിന്ന് പ്രിയന്റെ പാട്ട് പാടിയിട്ട് ഈ സൺഡേ വന്ന് ഇവിടെ വന്ന് പാടുക. പ്രിയനെനിക്കിന്നിയേകും ദിനമൊക്കെയും. നല്ലതാ. ചൊവ്വാഴ്ച നാളിൽ കോട്ടയം ടൗണിൽ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ടൗണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ടൗണിൽ വേറൊരു സ്റ്റേജിൽ നിന്ന്, മനസ്സിലായോ? പ്രിയന്റെ പാട്ട് തന്നെ പാടാവൂ. അതിനാ നിന്നെ തെരഞ്ഞെടുത്തത്. പാപത്തിന്റെ അധീനതയിൽ നിന്ന് അതിനാ നിന്നെ തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. പ്രാണപ്രിയനെ പറ്റി മാത്രമേ പാടാവൂ. നിന്റെ ശ്വാസം തീരുന്നത് വരെ, ആയുസ് തീരുന്നത് വരെ, ആരോഗ്യമുള്ള കാലത്തോളം, ആയുസ് ഓജസ്സുമുള്ള കാലത്തോളം നിനക്ക് നിന്റെ പാപത്തെ മോചിച്ച് രോഗത്തെ സൗഖ്യമാക്കി അവൻ നാശത്തു നിന്ന് വീണ്ടെടുത്ത് നിന്നെ രക്ഷിച്ച് നിനക്ക് വേണ്ടി രക്തം ചിന്തി നിന്റെ പാപത്തെ മോചിച്ച ആ പ്രാണപ്രിയനെ പറ്റി പ്രൈസ് ദി ലോർഡ്. പാടും ഞാൻ ജീവനുള്ള നാളെന്നും നാവിനാൽ, പാടും ഞാൻ ജീവനുള്ള നാളെന്നും നാവിനാൽ, പാടാതെ നിന്നെ വാഴ്ത്തിടും പരമേശ, പാടാതെ നിന്നെ വാഴ്ത്തിടും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും. എന്നുള്ള മക ദൈവാലയത്തിൽ നിന്നോ, എന്നുള്ള മക ദൈവാലയത്തിൽ നിന്നും പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ആയുസ് തീരുന്നത് വരെ നമ്മെ രക്ഷിച്ച പ്രാണപ്രിയനെ പറ്റി മാത്രം പാടണം. ഞാൻ എൻ്റെ പ്രിയതമനെ അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച്, എൻ്റെ പ്രിയന്റെ പാട്ട്. അപ്പൊ മുന്തിരിത്തോട്ടം ആരുടെയാ? പ്രിയന്റെയാ, നമ്മുടെ ഒന്നും അല്ല. എൻ്റെ സഭയെന്നൊന്നും കയറി പറഞ്ഞേക്കരുത്. എൻ്റെ സഭ, നമ്മളാരും രക്തം ചീന്തിയില്ലല്ലോ. പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെന്നാണ്. സഭയ്ക്ക് വേണ്ടി രക്തം ചീന്തിയത് യേശുവാണ്. അവിടുത്തെ ആ സഭ. അവിടുന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞല്ലോ, തർക്കിക്കുമൊന്നും വേണ്ട, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് അവിടുന്ന് തന്നെ പറഞ്ഞേച്ചാ പോയത്. പിന്നെ എൻ്റെ സഭയെന്നൊന്നും പറയണ്ട, സഭ ദൈവത്തിൻ്റെതാണ്. അപ്പൊ ഞാൻ എൻ്റെ പ്രിയതമനെ അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പ്രിയന്റെ പാട്ട് പാടും. അപ്പൊ പ്രിയന്റെ പാട്ട് പാടണം. പിന്നെ അടുത്തത്, പ്രിയ
പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ. നന്നായിട്ട് വായിച്ചോ, തെറ്റുന്നില്ലെങ്കിലും സ്ഫുടമായിട്ട് വായിച്ചോ മൈക്ക് കൂടെ വായിച്ചോ. വായിക്കും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ. ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആശയം പറയാം. ഏറ്റവും ഫലവത്തായ സ്ഥലത്താണ് ആ പ്രിയന്റെ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ, എന്നെയും നിങ്ങളെയും കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത് താഴ്വരയിലും താഴെ ഒന്നുമല്ല, ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം, ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം, ഈ അവനേറെ അവസ്ഥയിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഫലവത്തായ സ്ഥലത്താ നിന്നെ കൊണ്ട് നട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഫലവത്തായ എന്ന് പറഞ്ഞ വരണ്ട സ്ഥലത്താ നമ്മൾ വന്നേക്കുന്നത്. എങ്ങും രക്ഷപ്പെടാത്തവൻ പെന്തിക്കോസ് വന്നാൽ രക്ഷപ്പെടും. അതെ, എങ്ങും രക്ഷപ്പെടാത്തവൻ ഇതിനകത്ത് വന്ന, ഇതിനകത്തും വന്ന് രക്ഷപ്പെടാത്തവൻ. ഇനിയിപ്പം ഞാൻ കലാമണ്ഡലത്തിലെ കാര്യങ്ങളെ കാണിക്കുള്ളൂ. സകല ആശുപത്രിയിൽ നിന്ന് തള്ളിക്കളയുമ്പോൾ ആ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് വിടുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നും തള്ളിയാലോ നമ്മൾ പറയല്ലേ, എങ്ങനെയുണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അധികം നാള് കാണുകയല്ലെന്ന. എങ്ങും പോയി ശരിയാകാത്തവൻ ഇതിനകത്ത് വന്നാൽ ശരിയാകും. ഇതിനകത്ത് വന്നിട്ട് നീ ശരിയാകുന്നില്ലെങ്കിൽ അതാ ഞാൻ അങ്ങനെ അത് പറയുന്നത്. അമ്മാമ്മ ഇവിടെ പറഞ്ഞു, പിന്നെ ഞാൻ നമുക്ക് പെന്തിക്കോസുകാരുടെ ഭാഷ പറയാം, പോക്കസ്യ. നമ്മുടെ ഭാഷ പറയാം. ഇവിടെ വന്നിട്ട് നീ ശരിയായില്ലെങ്കിൽ ഒടുവിൽ നീ പോക്കസ്യ. നല്ല സ്ഥലത്താ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ. ഈ മാർഗത്ത് വന്നതല്ലേ നിന്റെ മാന്യത, ഇതിനകത്ത് വന്നതല്ലേ നീ അന്തസ്സോടെ ജീവിക്കാനിടയാകുന്നേ, ഇതിനകത്ത് വന്നത് കൊണ്ടല്ലേ യോഗ്യമായി വസ്ത്രം ധരിക്കുന്നേ, ഇതിനകത്ത് വന്നത് കൊണ്ടല്ലേ മാന്യമായിട്ട് ജീവിക്കാൻ പഠിച്ചത്. നിന്നെ മനുഷ്യനാക്കി തീർത്ത മാർഗമാ നസ്രായന്റെ മാർഗം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം. അവിടെ കൊണ്ടുവന്ന് നമ്മളെ നട്ടിരിക്കുക. കിളിച്ചു വന്ന ഒന്നുമല്ല, നട്ടിരിക്കുക. ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അടുത്തത് അവൻ അതിന് വേലി കെട്ടി. മൈക്ക് ഇച്ചിരും കൂടെ അടുപ്പിച്ചോ. ഇത് ദോഷമായ കാര്യമൊന്നും അല്ലല്ലോ വായിക്കുന്നേ. അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അവൻ അതിന് വേലി കെട്ടി. ദൈവം ഇതിന് വേലി കെട്ടി വച്ചിരിക്കുക. ദൈവം അറിയാതെ ആരും കയറി പൊളിക്കത്തില്ല. പിന്നെ പൊളിക്കണേ നമ്മളാ പൊളിക്കുന്നത്. ശത്രുവിന്റെ കൈ ദൈവം കൊടുക്കുകയല്ല. അപ്പൊ ശ്രദ്ധിക്കുക, അതിന് വേലി കെട്ടി, നല്ല വേലി അത് ദൈവം കെട്ടിയിരിക്കുക. അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതുകൊണ്ടല്ലോ യോബിന്റെ വിഷയത്തിൽ ചെന്നപ്പോ ദൈവം സാത്താനോട് പറഞ്ഞു, അവനെ തൊട്ടോ. അയ്യോ, ഞാനെങ്ങനെ തന്നെയാണ്, നീ അവന് ചുറ്റും, നിനക്ക് ചുറ്റും വേലിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ണുകൊണ്ട് കാണത്തില്ല, അകത്തെ കണ്ണു പ്രകാശിച്ചവർക്ക് കാണാം. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ വേലിയാ. നിന്റെ തലമുറ പാർക്കുന്നിടത്ത് ചുറ്റും ദൈവത്തിന്റെ വേലിയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എടാ, നിന്റെ വീട്ടിലെ നീ പട്ടിയെ വളർത്തണ്ട, പൂച്ചയെ വളർത്തിക്കോ. ഞാൻ സൂക്ഷിക്കാനായിട്ട് നായോട് ഇഷ്ടമുള്ളവരുണ്ട്, വളർത്തിക്കോ, ഞാൻ എതിരല്ല. പൂച്ചയെ ഇഷ്ടമുള്ളവരുണ്ട്, വളർത്തിക്കോ, ഞാൻ എതിരല്ല. പക്ഷേ നിന്റെ സാധനങ്ങളൊന്നും മോഷ്ടിക്കാതിരിക്കാനും എടുത്തോണ്ട് പോകാനുള്ള ആ ക്രമീകരണത്തിൽ വളർത്തണ്ട. അതൊക്കെ ദൈവം സൂക്ഷിച്ചോളും. ദൈവം സൂക്ഷിക്കും. എടാ, കള്ളൻ നിന്റെ വീട്ടിൽ വന്നാൽ അവന് അന്ധത പിടിപ്പിക്കാൻ കഴിവുള്ളവനാ ദൈവം, ഇല്ലേ? ഒന്നോ രണ്ടോ എട്ടോ കള്ളം നിന്റെ വീട്ടിൽ വരട്ടെ, നീ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് ദൈവ ദൂതന്മാരെ കാവലേർപ്പെടുത്തി നിന്റെ വീട്ടിൽ നീ വിശ്രമിക്കുമ്പോൾ അഥവാ കള്ളം വന്നാൽ അവൻ അന്ധത പിടിപ്പിക്കും.
അയ്യോ, അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, വാതിക്കലുള്ള മുഴുവൻ എണ്ണത്തിന് ആബാലവൃത്തത്തിന് അന്ധത പിടിപ്പിച്ചിട്ട് അവനെല്ലാം വാതിൽ തപ്പി നടക്കുക. അങ്ങനെ ആ പുസ്തകത്തിൽ ആബാലവൃത്തം ജനത്തിനും അന്ധത പിടിപ്പിച്ചു പിന്നെ വാതിൽ തപ്പി നടക്കുക. വെളിയിലോ എങ്ങനെ അകത്തോട്ട് ഒക്കെ ചുറ്റും വേലി കെട്ടിയിരിക്കുക. ഇനി അഥവാ ആരെയും നിന്റേത് വല്ലോ മോട്ടിച്ചുകൊണ്ട് പോയാൽ അവൻ തുള്ളിക്കൊണ്ട് അവിടെ കൊണ്ടുവന്ന് വെക്കും. കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തെ. ഞാൻ കേട്ടിട്ടു, പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശിയുടെ ഏത്തക്കൊല പണ്ട് മോട്ടിച്ചുകൊണ്ട് പോയി. പുള്ളി യോഗം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിളഞ്ഞ കായ, അന്നത്തെ കാലമല്ലേ, കൃഷിയല്ലേ, അത് ആരോ അപ്പം പുള്ളി പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞ, കർത്താവേ, ഞാൻ ദൂതനോട് പറഞ്ഞതാ ഇത് കാക്കണമെന്ന്, നിന്നോടും ഞാൻ പറഞ്ഞതാ. എൻ്റെ ഏത്തക്കൊല മൂട്ടിച്ചവനോട് പിറ്റേന്ന് അവിടെ കൊണ്ട് വെച്ചെന്നാ പറഞ്ഞു. അവന് സ്വസ്ഥത കൊടുത്തില്ല. ഉണ്ട്, അതിന് യാതൊരു തർക്കവുമില്ല. ഇതിനൊക്കെ വേണ്ടി ദൈവം വേലി കെട്ടിയിരിക്കുക. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പരക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംസ്കാരത്തെ നിനക്ക് പേടിപ്പാനില്ല. വേലി കെട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ ഏറ്റവും ഫലവത്തായ കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം, അതിന് ചുറ്റും വേലി കെട്ടി. പിന്നെ അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിന് കല്ല് പെറുക്കി, ആവശ്യമില്ലാത്ത കല്ലെല്ലാം പെറുക്കി കളയണം. സ്തോത്രം. ഈ കല്ലെല്ലാം ഒത്തിരി കിടന്ന അവസരം വരുമ്പോൾ എടുത്ത് എറി. പെറുക്കി കളഞ്ഞില്ലെങ്കിലേ സമയമാകുമ്പോ ഇവൻ പെറുക്കി കളഞ്ഞു. പിന്നെ അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നല്ല വക മുന്തിരിവള്ളി നട്ടു. വായിക്കും. നടുവിൽ ഒരു ഗോപുരം പണിതു. നടുവിലൊരു ഗോപുരം, അത് പ്രാർത്ഥനയുടെ ഗോപുരമാണ്. ഒരു ചക്കും ഇട്ടു. ഒരു ചക്ക്. ആ ചക്കിട്ട് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിന്ന് ഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട്. സ്തോത്രം. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. ഇതാ, ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകുന്നില്ല. ഇതാണ് മുന്തിരിത്തോട്ടം. വേലി കെട്ടിയിട്ടുണ്ട്, കല്ലെല്ലാം പെറുക്കി ദൂരെ കളഞ്ഞു, ഗോപുരമെല്ലാം പണിതു, ചക്കുമിട്ട് ദൈവം പ്രൊട്ടക്ട് ചെയ്തു. പക്ഷേ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ വായിച്ചത്, മുന്തിരിത്തോട്ടത്തിന് സമീപം എത്തിയപ്പോൾ ഒരു ബാലസിംഹം ചാടി വന്നു. എവിടുന്ന് വന്നു? വേലി കെട്ടിയെന്നാ എഴുതിയേക്കുന്നത്. വേലിയെല്ലാം കെട്ടി ശരിയാക്കി വെച്ചത്. അങ്ങനെ ആ മുന്തിരിത്തോട്ടം. പക്ഷെ ഇപ്പൊ അതിനകത്ത് ചാടി വന്നത് ആരാ? ബാലസിംഹം. ഈ ബാലസിംഹം എന്നെ ഇവിടുന്ന് ചാടി വരാൻ കാര്യം? പണ്ട് ഞങ്ങളുടെ ഒരു അപ്പച്ചൻ പറഞ്ഞത്, ഇപ്പോഴെന്തിനാ കാള വരണ്ടെന്ന് ചോദിച്ച പോലെ. കാള എന്തിനാ ഇപ്പം വരണ്ടെന്ന് ചോദിച്ച പോലെ. മുന്തിരിത്തോട്ടത്തിന്റെ സമീപം വന്നപ്പോൾ ബാലസിംഹം ചാടി വരുന്നു. അതിനാ കാരണം. ആ കാരണം പറയാം. നല്ല വക മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു, ഫലം കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഗോപുരം പണിതിട്ടുണ്ട്, ചക്കുണ്ട്, ചുറ്റും വേലി കെട്ടി. പക്ഷെ ഇപ്പം ഇതിനകത്ത് സിംഹം കയറിയിരിക്കുക. സിംഹം കയറിയിരിക്കാൻ കാരണം പറയാം. മുന്തിരിക്ക് ചെയ്യേണ്ട ശുശ്രൂഷകളൊന്നും ചെയ്യുന്നില്ല. നട്ടേച്ച് പിന്നെ തോന്നിയതുപോലെ നടക്കുക. നാടൻ ഭാഷ പറഞ്ഞാൽ പോതിച്ചതുപോലെ നടക്കുക. ഇതിന് തടം കോരണം, വാരം കോരണം, മുന്തിരിവള്ളിയുടെ തല പൊടിക്കണം, മുറിക്കേണ്ടതിനെ മുറിക്കണം, ചെത്തേണ്ടതിനെ ചെത്തണം, വള്ളിത്തല വീശുമ്പോൾ എടുത്ത് ഇട്ട് കൊടുക്കണം, അതിന് പടങ്ങ് പാട്ടി കൊടുക്കണം, അത് മുറിക്കേണ്ടതിനെ മുറിക്കണം, വെടിപ്പാക്കേണ്ടതിന് വെടിപ്പാക്കണം, ഇടകളക്കണം, വാരം കോരണം, വളമിട, അതിനൊക്കെ ഒത്തിരി ക്രമീകരണമുണ്ട്. ഇത് നട്ടതല്ലാതെ പിന്നെ ആ ഏരിയയിലോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? ഇതിന്റെ മതിലെല്ലാം മതിലിടിഞ്ഞു. വായിച്ചേ, അറിവുള്ള വാക്യം, ആ സദൃശവാക്യത്തിന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചേ. സദൃശവാക്യം 24-30 മൈക്കിൽ കൂടെ വായിച്ചോ സഹോദരി. നന്നായിട്ട് വായിരേ. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി പോയി. ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. അപ്പൊ മടിയന്റെ ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടം. മടിയൻ, ബുദ്ധിഹീനൻ.
ഞാൻ മടിയന്റെ കണ്ടത്തിനിരുകയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപം കൂടെ പോയി. അടുത്തത്, അവിടെ മുള്ളു പടർന്നു അവിടെ പിടിച്ചിരിക്കുന്നതും മുള്ള് പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും പൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും ആ അതിന്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. മതി. മടിയും ബുദ്ധിഹീനത നിമിത്തം മുള്ളെല്ലാം പടർന്നു പിടിച്ച തൂവ നിറഞ്ഞ നിലം മൂടി, കന്മതിലെല്ലാം ഇടിഞ്ഞു. അപ്പം സിംഹത്തിന് മനസ്സിലായി പാത്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പാത്തിരിക്കാൻ ആ മതിൽ ഞാൻ ഇങ്ങനെ പറയാം, പ്രാർത്ഥനയുടെ മതിലാ. പ്രാർത്ഥനയുടെ മതിലായിരിക്കണം. ദൈവസഭയ്ക്ക് പ്രാർത്ഥനയുടെ മതിലാ വേണ്ടത്, അല്ല രാഷ്ട്രീയക്കാരുടെ മതിലല്ല, പൊളിറ്റിക്കൽ മതിലല്ല ദൈവസഭയ്ക്ക് ആവശ്യം. ദൈവസഭയ്ക്ക് ആവശ്യം പ്രാർത്ഥിക്കുന്ന മതിലാണ്. പോരാടി പ്രാർത്ഥിക്കണം. മുഴങ്കാലിരുന്ന് പ്രാർത്ഥനയിൽ പോരാടണം. ആ പ്രാർത്ഥനയുടെ മതിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോ പ്രാർത്ഥനയില്ല, അതുകൊണ്ട് മതിലല്ല. പിന്നെ ആകെ കൂടെ പ്രാർത്ഥന സഭയെ വരുമ്പോഴാണ്. അത് തുടങ്ങിയാലൊട്ട് നിർത്തുകയില്ല. ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളിൽ ഇറക്കത്തിൽ പോകുമ്പോല ചേട്ടാ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. മണിക്കൂറുകൾ പോരാടി പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി പ്രാർത്ഥിക്കണം, കുടുംബമായി പ്രാർത്ഥിക്കണം, സഭയായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെ പറ്റി പുസ്തകം എഴുതുന്നുണ്ട്, പ്രാർത്ഥനയുടെ പറ്റി പ്രസംഗം നടക്കുന്നുണ്ട്, പ്രാർത്ഥനയെ പറ്റി പ്രബന്ധം അവതരിപ്പിക്കാനുണ്ട്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥിക്കുമ്പോൾ നാം എങ്ങനെ ഇരിക്കണം? എങ്ങനെയും ഇരുന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിച്ചു, എങ്ങനെയും കസേരയിലോ താഴെയോ തറയിലോ എങ്ങനെയും ഇരുന്ന് ഇച്ചിരി നേരം ഒന്ന്. ഇപ്പോൾ പ്രാർത്ഥനയെ പറ്റി ക്ലാസ് എടുക്കുവാൻ ബഹുമാനപ്പെട്ട സാറ്, അയാൾ 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കുന്നവനല്ല. പുള്ളിയാവെന്ന് പറഞ്ഞത് എന്താണ് പ്രാർത്ഥന, അതിനാന്ന് പുള്ളിക്കും അറിയാൻ മേല. ക്ലാസ് എടുക്കേണ്ട നല്ലി പറഞ്ഞത്, ക്ലാസ് ഒന്നും അധികം എടുത്തില്ലെങ്കിലും നീ 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ മതിൽ കെട്ട്. ഈ മതിലിടിയാൻ കാര്യം മടിയാ. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ കൈ കെട്ടി കിടക്കുക. സാക്ഷാ ചുടിയിൽ വീടുന്നത് പോലെ മടിയൻ തന്നെ കിടക്ക്. സ്തോത്രം. ദൈവാത്മാവ് തട്ടി ഉണർത്തി 5 മണിക്ക് ക്ലോക്കെ നോക്കിയാൽ തിരിഞ്ഞ് ഇങ്ങോട്ടൊരു കിടപ്പ്. കാരണം അങ്ങോട്ട് പിന്നെ നോക്കുമ്പോഴല്ലേ ക്ലോക്കെ നോക്കേണ്ടി വരണ്ടേ. ഇങ്ങോട്ടാകുമ്പം സ്തോത്രം. 4:30 ദൈവാത്മാവ് ഉണർത്തി. ജോർജ് പ്രാർത്ഥിക്കാനാ. എഴുന്നേറ്റ് ബാത്റൂമിൽ പോയിട്ട് വീണ്ടും വന്ന് കിടന്നു. ദൈവം പ്രാർത്ഥിപ്പിക്കാൻ എഴുന്നേൽപ്പിച്ചതാണ്. പ്രാർത്ഥനയും കൂട്ടായ്മയില്ല. മതിലിടിഞ്ഞു, തൂവ കൊണ്ട് നിലം മൂടി, കന്മതിലെല്ലാം ഇടിഞ്ഞു, മുള്ളെല്ലാം കേറി പടർന്നു. അപ്പോൾ സിംഹത്തിന് മനസ്സിലായി ഇതിനകത്ത് പാത്തിരിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ ആ സഭയ്ക്കകത്ത് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പ്രശ്നം വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നവരെഴുന്നേക്കണം. പോരാടി പ്രാർത്ഥിക്കുന്ന വലയമുണ്ടായിരിക്കണം. ആ പ്രാർത്ഥനയുടെ വലയമുണ്ടെങ്കിൽ ഒരു ശക്തിയും ഇതിനകത്ത് കയറുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കയറി അങ്ങ് പറഞ്ഞത് ആ വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിൻ്റെ മകത്ത് എന്തായാലും കൊള്ളാം. ദൈവമക്കൾക്ക് പരീക്ഷയുണ്ട്. ആ പരീക്ഷയെ ജയിക്കുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവവചനത്താലും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉപവാസവും പ്രാർത്ഥനയും വചനത്തിലും ആത്മശക്തിയിലുമായി ഇതിനെ ജയിക്കുന്നത്. യേശു ഇതിനെയെല്ലാം ജയിച്ചു. ഈ മൃഗീയമായ വിഷയങ്ങൾ 40 ദിവസം വന്ന് കർത്താവ് അതിനെ എല്ലാം യേശു ജയിച്ചു. ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വിഷയങ്ങളാണ് കൊണ്ടുവരുന്നത്. യേശു അതിനെയെല്ലാം ജയിച്ചു. ആ ജയിച്ച കർത്താവ് എനിക്ക് നിങ്ങൾക്ക് കൃപ തരും ജയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ പാട്ടുകളൊക്കെ പാടണമെന്നുണ്ടെങ്കിലും വാക്യം വായിച്ചതിൽ നിന്ന് സംസാരിക്കണമല്ലോ. അതുകൊണ്ട് പാട്ടുകൾ അധികം പാടുന്നില്ല, കുറച്ചൊക്കെ അങ്ങ് ലോപിക്കുക. ദൈവത്തിന് മഹത്വം. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഈ വഴിയിൽ നമ്മെ നശിപ്പിച്ച് കളയുവാൻ ദുഷ്ടശക്തികളുണ്ട്. ഞാൻ എപ്പോഴും പറയും,
ദൈവവചനം ഈ ഭാഗം എടുക്കുമ്പോൾ ഇസ്രായേലിന്റെ വഴിയാത്രയിൽ ഇവരെ നശിപ്പിക്കുവാൻ വന്ന ദുഷ്ട ശക്തിയാണ് ഈ അമാല്യക്കിന്റെ ശക്തി. വഴിയിൽ വെച്ചാ വന്നത്. വായിച്ചേ, ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-18 വാക്യം വായിച്ചേ. ആവർത്തനം 25-ന്റെ 17-18. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. മതി. അപ്പോൾ ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രാവേളയിൽ വഴിയിൽ വന്ന ശക്തിയാണ് അമാല്യക്ക്. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്ക് യേശാവിന്റെ കൊച്ചുമകനാ അമാല്യക്ക്. ഈ അമാല്യക്ക് ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രാവേളയിൽ വഴിയിൽ ഇവർക്കെതിരെ വന്നു. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഈ അമാല്യക്ക് വഴിയിൽ വന്നു. ഇസ്രായേൽ ആരാ? ഒറ്റവാക്കി പറയാം, എല്ലാരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. 2, എല്ലാവരും സ്നാനപ്പെട്ടവരാ, ചെങ്കടൽ കടന്നു. 3, എല്ലാവരും മരുഭൂമിയിൽ മറുകര കയറി മരുഭൂമിയിലേക്ക് വന്ന് മോശയോട് ചേർന്ന് ആ അടിക്കപ്പെട്ട പാറയിൽ നിന്ന് വെള്ളം കുടിച്ച് അവൻ മന്ന ഭക്ഷിച്ച് ബലപ്പെട്ടവരാ. അപ്പൊ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചോ, ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാ, കുഞ്ഞാടിനിറത്ത് ചോരത്തളി. 2, ചെങ്കടൽ കടന്നു, സ്നാനം. അപ്പൊ ഇങ്ങനെ ചിന്തിക്കണം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറകര കയറിയപ്പോൾ പ്രശ്നം തീരുകല്ല, പ്രശ്നം തുടങ്ങുക. ചില പെന്തിക്കോസുകാർ ലഘുലേഖയൊക്കെ കൊടുക്കാൻ പോവുകയും സുവിശേഷം പറയുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. നല്ല കാര്യമാണ്. വീടുകളിൽ കയറി സുവിശേഷം പറയും, ആശുപത്രി സന്ദർശിച്ച് സുവിശേഷം പറയും, പേഴ്സണൽ ഇവാഞ്ചലിസം, അതൊക്കെ വളരെ നല്ല കാര്യമാണ്, മുടക്കരുത്. ഇങ്ങനെയൊക്കെ ചിലര് സുവിശേഷം പറയുമ്പോൾ അറിയായ്മ കൊണ്ടാണോ അബദ്ധമാണോ ചെല്ലോട് പറയും, അമ്മാമ അങ്ങ് മുങ്ങിയാ മതി, എല്ലാ പ്രശ്നവും മിക്കവാറും. അമ്മാമ്മ മുങ്ങിട്ട് എത്ര വർഷമായി? 11, 10, 21, 13 കൊല്ലമായി അല്ലേ? എല്ലാ പ്രശ്നവും മാറും. എത്ര വർഷമായി മുങ്ങിട്ട്? എനിക്ക് അത്ര ചരിത്രം ഒന്നും പറയണ്ട, ഉണ്ട്, അറിഞ്ഞ ഉണ്ട്, പ്രശ്നമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരോട് പറയാം, സ്നാനപ്പെടുന്നത് പ്രശ്നമെല്ലാം തീരാനല്ല. അബദ്ധമാ. സ്നാനപ്പെടുന്ന യേശുവിനോട് ചേരാനാ, യേശുവിനെ ഭരിക്കാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാനാ. ഞങ്ങൾക്കൊരു കുഞ്ചാനുണ്ടായിരുന്ന ഒരു കുടുംബത്തെ ഞങ്ങളുടെ കൊണ്ട് പാസ്റ്റർ ഇവ മുങ്ങാൻ പറ. ഞാൻ പറഞ്ഞ അച്ഛാ, ഞാൻ ഗൾഫിലൊന്ന് പോയി. നീ ഗൾഫിൽ പോകണ്ട, നീ മുങ്ങ്. പുള്ളിക്ക് എങ്ങനെയും അവരെ അപ്പൊ എന്നോട് പറഞ്ഞ പാസ്റ്റർ, ഞാൻ എനിക്ക് നീ വീട്ടുകാരൊക്കെ പോട്ടെ, നീ മുങ്ങ്. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ചാ, അതാ ദൈവം ഇടപെടട്ടെ, അതൊന്നും വിഷയമല്ല, ഇപ്പൊ മുങ്ങട്ടെ. ഉണ്ടോ? പുള്ളി തീക്ഷ്ണത കൊണ്ട് പറയാനതാ. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം തീരുമെന്ന് ആരാലും പഠിപ്പിച്ചാൽ പറഞ്ഞാൽ അബദ്ധമാ. വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം തുടങ്ങുന്നത്. സ്നാനപ്പെട്ട വീട്ടിൽ ചെന്നപ്പോഴല്ലേ മാപ്പിള ഒറ്റ ഇടിച്ചു ഇല്ലേ? അങ്ങനെ തല്ലുകൊള്ള സ്നാനപ്പെട്ടപ്പോ കൊണ്ടവരുണ്ടോ? അതോ തിരിച്ചു തല്ലുകായിരുന്നോ? സ്നാനപ്പെട്ടെന്ന് പുള്ളിക്കൂട്ടം ഒറ്റയാടി പെട്ടെന്ന് സ്നാനപ്പെട്ടോണം ഇല്ലേ? അങ്ങനെ അല്ലല്ലോ. അല്ല, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഡൗട്ട് വരുന്നു. ഞങ്ങളുടെ അമ്മണിക്കൊച്ചമ്മ സ്നാനപ്പെട്ടപ്പോൾ അച്ചായൻ അറിഞ്ഞു, കായൽ കൃഷിക്കാരനാ. പുള്ളിയോട് ആരോട് പറഞ്ഞു, വാവച്ച അമ്മണി സ്നാനപ്പെട്ടെന്ന്. പെന്തിക്കോസുകാർ മുക്കി. അന്നത്തെ കാലത്ത് പുള്ളി പറഞ്ഞു, അവൾ എന്നോട് ചോദിക്കാതെ മുങ്ങിയല്ലെന്ന് പറഞ്ഞു. അപ്പം ചെന്ന് വരുന്നത്, ഇല്ല വാവച്ച മുങ്ങിയവള്. അപ്പം 10-40 കൊല്ലം മുമ്പാ പുള്ളി അന്നത്തെ കാലത്ത് 101 രൂപ പന്തായം വെച്ചു.
പന്തായമെല്ലാം മുറുക്കേച്ച് പുള്ളി വീട്ടിൽ വന്നപ്പം കൊച്ചമ്മ സ്നാനപ്പെട്ടു പകല്. അയ്യോ പ്രശ്നമായി. പുള്ളി ആ മുറ്റത്ത് വന്ന് അമ്മിണി എന്നൊരു വിളി വിളിച്ചപ്പോൾ അമ്മിണി വരുന്നതിന് മുന്നേ അയലത്തുകാരെല്ലാം മുറ്റത്ത് വന്നു. അമ്മിണി അകത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുന്നേ അയലത്തുകാരെല്ലാം മുറ്റത്ത് വന്നു. ഇറങ്ങി വാടി എന്ന് പറഞ്ഞു. കൊച്ചമ്മ പകല് സ്നാനപ്പെട്ട് ഇട്ടിയുപദേശിയാ സ്നാനപ്പെടുത്തിയ. നീ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചു. കള്ളം പറയാൻ പറ്റുമോ? സ്നാനപ്പെട്ടോ? കൊച്ചമ്മ പറഞ്ഞു സ്നാനപ്പെട്ടു. ഒറ്റയടിക്ക് അമ്മണി കൊച്ചമ്മ താഴെ വീണു. ഒരു സംഭവം ഉണ്ടായി. ഒറ്റയടിക്ക് താഴെ വീണപ്പോൾ ഇവർ അഭിഷേകം പ്രാപിച്ചു. കൈതത്തറ വീട്ടിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥനയാ, കൊച്ചമ്മ അഭിഷേകം പ്രാപിച്ചില്ല. ബാവച്ചൻ ഒറ്റ അടി അടിച്ചപ്പോൾ അതിന്റെ കാരണം പറയാം. കൊച്ചമ്മ കൃപയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അടിയുടെ ചൂടും പിടികിട്ടിയില്ല, ക്ഷതവും വന്നില്ല. അത് പ്രശ്നമായി തന്ന അഭിഷേകത്തിൽ ദൈവം അങ്ങ് നിറച്ചു. ഞാൻ പിന്നെ പ്രസംഗിക്ക് പറയുക, അഭിഷേകം പ്രാപിക്കാത്തടത്തെല്ലാം ബാവച്ചാനെ കൊണ്ടുവന്ന് ഒരു നിർത്ത് ബാവച്ചാൻ പറയാം സൈഡ് മുതലൊന്ന് പോയി കൊടുത്താൽ ഇവനല്ല. അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനൊന്നും അല്ല. ഒറ്റയടി അടിച്ചപ്പോൾ കൊച്ചമ്മ താഴെ വീണ് അഭിഷേകം പ്രാപിച്ചു. മുടിക്കുത്തിന് പിടിച്ചു വെച്ച് പറഞ്ഞു ഇനി സ്നാനപ്പെടരുതെന്ന് പറഞ്ഞു. കൊച്ചൻ പറഞ്ഞു ഇനി സ്നാനപ്പെടുകയില്ല, കയറിപ്പാൻ പറഞ്ഞു. അപ്പം ബാവച്ചൻ ധരിച്ചത് ചെല്ലുമ്പോ പെണ്ണുങ്ങളെല്ലാം അങ്ങ് അറിയത്തില്ലെന്ന് ഇതിനെ പറ്റി. അതാ ഞാൻ പറഞ്ഞ സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം, യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ. ദൈവത്തിന്റെ നീതിയാ, ദൈവത്തിന്റെ കൽപ്പനയാ. യേശു മാതൃക കാണിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാനം ചെയ്യുവാൻ കച്ചതെങ്കിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ പ്രീതിയായവൻ. മരിച്ചൂതൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ മരിച്ചൂതൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ ജീവിച്ചിട മഹിമയിൽ അവിയാലെ പാടും ഞാൻ പരമേശ്വരനോ ഓ എന്റെ പാപമെല്ലാം പോറ്റിയവൻ പാടും പരമേശ്വരനോ ആ ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാനുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാനുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ലഭിച്ചെനിക്ക്. നൽകിയോർത്ത് പാടും ഞാൻ പരമേശ്വരൻ സതതം. ഓ എന്റെ പാപമെല്ലാം പാടും ഞാൻ പരമേശ്വരൻ സതതം. കരമുയർത്തി ഹല്ലേലൂയ പാടുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞ പ്രശ്നം തീരുകയല്ല, പ്രശ്നം തുടങ്ങുക. എന്റെ കാരണവും കൂടെ പറയാം. നിങ്ങൾ യോജനം സ്നാനപ്പെടുന്നത് വരെ വേറൊരു രാജ്യത്താണ്. സ്നാനപ്പെട്ട് കഴിഞ്ഞ് അടുത്ത രാജ്യത്തോട്ട് കയറുക. രക്ഷിക്കപ്പെട്ടു, നല്ല കാര്യം. പക്ഷെ രാജ്യം വിട്ടിട്ടില്ല. ഏതാ? മിസ്രയീം. മിസ്രയീമായിട്ട് പൂർണ്ണമായ ബന്ധം വിടുന്നത് സ്നാനം കഴിയുമ്പോഴാണ്. ഇത് സ്നാനപ്പെട്ടില്ലെങ്കിലും ചിന്നമ്മ ഇരുന്ന് പാടുക. മിസ്രയീം പറവോനും പെമ്പളെ ഇരുന്ന് ചിരിക്കുക. എന്നെ വിവരക്കേടായി പാടുന്നേ. മനസ്സിലാകുന്നുണ്ടോ?
മിസ്രൈമിൽ കിടന്ന് പാടുക. ചെങ്കടൽ കിടന്ന് അക്കരെ കയറിയാച്ചാ പാടുന്നെങ്കിൽ അക്കരെ കയറിയാച്ച് തിരിഞ്ഞു നോക്കിയാച്ച പാടാം. മിസ്രൈം വിട്ടതിൽ കേദിപ്പാനില്ലും ആശ്വാസദേജമൻ മുൻപിൽ. അതാ ശരിയായ പാട്ട് അല്ലേ? ഇത് പറവാന്റെ അരമനയുടെ സൈഡിൽ ഇരുന്ന് പാടുക. മിസ്രൈം വിട്ടതിൽ. അപ്പൊ പറവോനും പെമ്പളയും ജനലിൽ നോക്കി ഇവിടെ കിടന്ന് കള്ളം തന്നെ കിടന്ന് പാടുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ സ്നാനപ്പെടുമ്പോൾ ആ പൂർണ്ണമായിട്ടും മിസ്രയീം വിടുന്നത്. സ്നാനപ്പെടാത്തിടത്തോളം കാലം മിസ്രയീമിന്റെ അധീനതയിലാണ്. മനസ്സിലാകുന്നുണ്ടോ? അല്ല, സ്നാനപ്പെട്ടിട്ടും അകത്തിന്ന് മിസ്രയീം പോയില്ലല്ലോ. അങ്ങനെയുണ്ട്. ഇവര് സ്നാനപ്പെട്ട് വലിയ കീർവാണം എല്ലാം പറഞ്ഞാലും അകത്തിന്ന്, അത് ഞാൻ പിന്നെ പറയാം, ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പ്രശ്നം തീരുകയല്ല, പ്രശ്നം തുടങ്ങുക. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എന്നെ വീട്ടിൽ കയറ്റാതെ വന്നേ. അതുവരെ വീട്ടിലുണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ കുഴപ്പമൊന്നും വന്നില്ല. സ്തോത്രം. അപ്പൊ ഇത് സ്നാനപ്പെട്ട് മരകര കയറിയപ്പോൾ വന്ന ശക്തി അമാലിലേക്ക്. ഈ അമാലിലേക്ക് വന്നത് നിങ്ങൾക്ക് ഭാഗമൊക്കെ അറിയാം. പിറകിൽ കൂടാ കയറി വന്നേ. വരാൻ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. ക്ഷീണിച്ചും തളർന്നും പോയ ആൾക്കാർ എവിടെ ഇരിപ്പുണ്ട്? പിറകിൽ ഇരിപ്പുണ്ട്. ക്ഷീണിച്ചും തളർന്നു. ഇനി വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. ക്ഷീണിക്കാനും തളരാനും കാരണം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. നല്ല ഭക്ഷണം, മന്ന. നല്ല ഭക്ഷണം എന്തുവാ? മന്നയാ കൊടുത്തത്. നിങ്ങളാണ്ട് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യം വായിച്ചേ. മൈക്ക് കൂടെ വായിക്കാമെങ്കിൽ നല്ലതായിരുന്നു. മൈക്ക് മടി വെച്ചു. യഹോവ മോശെയോട്, ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ചു, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്ന നിങ്ങൾ അറിയുമെന്ന് പറക എന്ന് കൽപ്പിച്ചു. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി. പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞു വീണ് കിടന്നു. പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞു വീണ് കിടന്നു. മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞ് പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറേ എന്തെന്നറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. ഇതെന്ത്? അപ്പം നല്ല ഭക്ഷണമാ ദൈവം തമ്പുരാൻ ഇവർക്ക് കൊടുത്തത്. മന്ന, ശക്തിമാന്മാരുടെ അപ്പം. ഒരു പാട്ടിൽ നേരത്തെ ഒരു പ്രയോഗമുണ്ടായിരുന്നു, മല്ലന്മാരിൻ ഭോജനം. ശക്തിമാന്മാരുടെ അപ്പം. ഈ ദൂതന്മാർക്ക് ദൈവം കൊടുത്ത ബ്രെഡ് ആയിരുന്നു മന്ന. ദൂതന്മാര് ഭക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. അതായിരുന്നു മന്ന. അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ ഭക്ഷണമാ മന്ന. അപ്പൊ ഈ ക്ഷീണിക്കാൻ കാരണം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, മന്ന ദൈവം പൊഴിപ്പിച്ചു കൊടുത്തു. രാത്രിയിൽ പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ കൂടെ മന്നയും പൊഴിയും. അതിങ്ങനെ രാത്രിയിൽ പൊഴിയും. മേളിൽ ഇങ്ങനെ മഞ്ഞും മന്നയും കൊണ്ട് ഇങ്ങനെ രാത്രി പൊഴിയും. പാളയത്തിന് ചുറ്റും ഇങ്ങനെ കിടക്കും. അതിരാവിലെ കൂടാരവാതിൽ തുറന്നു വരുമ്പോൾ മഞ്ഞ്, ആ മഞ്ഞ് ഇങ്ങനെ തട്ടി മാറ്റുമ്പോൾ അതിനിടയ്ക്ക് മന്ന, മഞ്ഞിൽ പൊതിഞ്ഞ മന്നയാണ്. അത് കൊണ്ടുവന്ന് കഴിക്കും. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കലത്തിൽ പുഴുങ്ങിയോ ഓരലിനകത്ത് ഇടിച്ചോ അപ്പം ഉണ്ടാക്കുമെന്ന വായിച്ചേ. 11:8. പെട്ടെന്ന് വായിക്കണം. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്, പിണം തൊടുകയും അരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധം.
കുഴപ്പമില്ല, എന്നാലും വായിക്കുന്നല്ലോ. അങ്ങനെയാണോ അത് വായിക്കുന്നത്? ജനം നടന്നു പെറുക്കി തിരികല്ലി പൊടിച്ചിട്ടോ ഉരലിലിടിച്ചിട്ടോ കാലത്ത് പുഴുങ്ങിയോ അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ. അപ്പൊ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കിയേ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 31 തേൻ ചേർത്ത ദോശ എന്നാ. അങ്ങനല്ലേ? പുറപ്പാട് 16:31. പുറപ്പാട് 16:31 ഇടത്ത് വശത്ത് മേളിൽ. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻകൂട്ടി ചേർത്ത ദോശയോടൊത്ത് രുചി. അപ്പൊ പ്രാരംഭത്തിൽ മന്ന പുറപ്പാട് 16:31 പറയുക തേൻ ചേർത്ത ദോശ. അത് പെന്തിക്കോസി വന്ന കാലം, രക്ഷിക്കപ്പെട്ട കാലം, സ്നാനപ്പെട്ട ടൈം. തേൻ ചേർത്ത ദോശ. ഒരു 10-15-20 കൊല്ലമായപ്പോൾ ഇപ്പൊ എങ്ങനെയായി? സംഖ്യ 11 എണ്ണ ചേർത്ത നേരത്തെ എങ്ങനെയായിരുന്നു? തേൻ ചേർത്ത ദോശ. അത് പെന്തിക്കോസി വന്നപ്പം 10-15 കൊല്ലമായി ഇതിനകത്ത് കയറി പാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കയ്യടിയുണ്ട്, പാട്ടുണ്ട്, ഇതിനകത്ത് കാര്യങ്ങളെല്ലാം പിടികിട്ടി. കൊല്ലന്റെ ആലെ കിടക്കുന്ന പട്ടിയെ പോലെ ആദ്യമൊക്കെ തീപ്പൊരി കാണുമ്പോൾ പട്ടി അങ്ങ് മാറുമായിരുന്നു. ആലയെങ്ങനെ പുള്ളി ചുട്ടുപഴിപ്പിച്ചെടുത്ത് അടിക്കുമ്പോൾ പൊട്ടിയ അതാദ്യം. ഇപ്പൊ ഇത് കുറച്ച് നാൾ കൊണ്ട് പട്ടി ഇതെല്ലാം കണ്ടും കേട്ടും ഇപ്പം അടിക്കുമ്പോ പുള്ളി വാലിനൊരു അനക്കാനൊക്കെ വെച്ച് അവിടെ പേടിയില്ല. അപ്പൊ ആരംഭ സമയത്ത് തേൻ ചേർത്ത ദോശ. അത് പെന്തിക്കോസി വന്ന ടൈം ഒന്ന് ഓർത്തേ. അന്നത്തെ കയ്യടി, പാട്ട്, പ്രാർത്ഥന, ഒരു ഗ്ലോറി പറഞ്ഞാൽ ദേശം നടുങ്ങും. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഹോളും കൂടെ ഇളകും. പ്രൈസ് ദി ലോർഡ്. കൈയൊക്കെ ഞങ്ങൾക്ക് കാവാലത്തൊരു മത്തച്ഛനുണ്ടെന്ന് കണ്ടാൽ ഇരുമ്പ് വെച്ചാൽ അടിച്ച് പുള്ളി തകർത്ത് കളയും. മുട്ടയിലങ്ങോട്ട് അടിച്ച് കൈയടിക്കുന്ന കണ്ടാൽ ഇപ്പോഴും ഉണ്ട്. ആരംഭകാലത്ത് സ്തോത്രം. ഒരു 8-10 വർഷമല്ല ഈ കൊട്ടിയും പാടിയും തുള്ളിയും ചാടി ഇതിനകത്ത് കയറി ഇതിനകത്തെ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഇപ്പൊ പറയുക എണ്ണ ചേർത്തുണ്ടാക്കിയ ആ പഴയ രുചിയും ഗുണവും മണവും ഒന്നും ഇപ്പൊ ചിലർക്കില്ല. ഇനി സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന് 4 മുതൽ 4 പഠിക്കുമ്പോൾ അവൻ സാരമില്ലാത്ത ആഹാരം എന്നാ വായിച്ചേ. സംഖ്യ 21:4 മുതൽ വായിച്ചേ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തെങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴിനിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങൾ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. എങ്ങനെയുണ്ട്? പ്രാരംഭത്തിൽ പെന്തിക്കോസ്ത് വന്നപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു മോനെ? ഇപ്പം പ്രാരംഭത്തിൽ ഈ പെന്തിക്കോസ്ത് വന്നപ്പോൾ ഇതിന്റെ ടേസ്റ്റ് തേൻ ചേർത്ത ദോശ. 10-15 കൊല്ലം കഴിഞ്ഞപ്പം എണ്ണ ചേർത്ത ദോശ. ഇപ്പൊ ഒരു 10-45 സാരമല്ല. വെറുപ്പാണ്. വെറുപ്പ്. എന്നാ പാട്ടാച്ചു, സമയവും പോകുന്നു. പ്രസംഗം എന്നും പ്രസംഗമില്ലേ? കർത്തൃമേശ എന്നും എന്തിനാ ഇങ്ങനെ? ഇപ്പൊ ഇതെല്ലാം വെറുപ്പായിട്ട് വന്നിരിക്കുക. ഇത്ര ഉറക്ക കൈയടിക്കേണ്ട കാര്യമൊന്നും പുള്ളി എന്തിനാ അല്ലേലിയ ഉറക്ക പറഞ്ഞ് ദൈവം കേട്ടാ പോരെ? ദൈവത്തിന് എന്നാ ചെവിക്ക് കേൾവിക്കുറവ്? നമ്മൾ ഹൃദയത്തിൽ പറഞ്ഞാലും അവിടുന്ന് പുതിയ തിയോളജിയാ. ഇപ്പൊ ഉറക്ക അല്ലേലിയ പറയുന്നത് വെറുപ്പാ ചിലർക്ക്.
ഉറക്കെ കൈയടിക്കുന്നതും ചിലർക്ക് വെറുപ്പ്. ഇവൻ പെന്തിക്കോസില, ഇപ്പൊ മറുഭാഷ കേൾക്കുന്നത് ഇവന് വെറുപ്പായിട്ട് തോന്നിയിരിക്കുക. പണ്ട് മറുഭാഷ പറഞ്ഞ ആത്മാവി നിറഞ്ഞപ്പോഴാണ് നിന്റെ വീടിന്റെ ബന്ധനം അഴിഞ്ഞത്. നീ പലയിടത്തും പോയിട്ട് സ്വസ്ഥതയും വിടുതലും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ മറുഭാഷ പറയുന്ന ബന്ധുക്കോസുകാര് തമ്പേറുമായിട്ട് വന്ന് മുഴങ്കാലും മേലിരുന്ന് പാട്ടുപാടി ആരാധിച്ച് മറുഭാഷ പറഞ്ഞപ്പോഴാ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായത്. ഇപ്പൊ ഇത് വെറുപ്പായി തോന്നി ചിലർക്ക്. തമ്പുരാൻ നിന്നെ വിടുവോ? തമ്പുരാൻ അഗ്നി സർപ്പത്തെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. അഗ്നി സർപ്പത്തെ അയച്ചെന്ന്. അഗ്നി സർപ്പത്തെ ദൈവം അയച്ചതാ, ശാശ അയച്ചതല്ല. ചിലതൊക്കെ ദൈവം അയക്കും. പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ പെന്തിക്കോസ് വന്നപ്പോ 8-10 കൊല്ലം കഴിഞ്ഞപ്പോ എണ്ണ ചേർത്ത ദോശ. ഇപ്പൊ പറയാ സാരമല്ലാത്ത ആകാരം വെറുപ്പാന്ന്. ഇതാ ഇപ്പോഴത്തെ ആത്മീക നിലവാരം. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയും, എല്ലായിടത്തും പറയും. എന്നെ കേൾക്കുന്ന പ്രിയരേ, മന്നയ്ക്ക് യാതൊരു കുഴപ്പമില്ല. കുഴപ്പം എനിക്കും നിങ്ങൾക്ക് വാ. മന്നയ്ക്ക് യാതൊരു കുഴപ്പമില്ല. കുഴപ്പം ഇരിക്കുന്ന എനിക്കും നിനക്കുമാ. പെന്തിക്കോസിനൊരു കുഴപ്പവും വന്നിട്ടില്ല. പെന്തിക്കോസ് വന്നവർക്കാ പലർക്കും കുഴപ്പം. പെന്തിക്കോസിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. പെന്തിക്കോസിനൊരു കുഴപ്പം വരത്തുമില്ല. എന്നാൽ പെന്തിക്കോസ് വന്നിരിക്കുന്ന ചിലർക്ക് കുഴപ്പമുണ്ടായിരിക്കും. അതൊന്നും നമ്മുടെ വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിന്റെ ആത്മാവാ പണിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മന്നയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഒരു കുഴപ്പവുമില്ല മന്നയ്ക്ക്. മന്ന ക്രിസ്തുവിന് നിഴല. ഈ മന്ന, ഞാൻ ആ മന്നയെ പറ്റി പ്രസംഗിക്കുമ്പം പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, ഒന്ന് മേളിൽ നിന്ന് വന്നതാ മന്ന. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. അപ്പൊ ഇത് വന്ന എവിടുന്നാ? മേളിൽ നിന്നാ. ക്രിസ്തുവിന് നിഴല. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ടും ചിലർ ഈ താഴെ നിന്ന് പിന്നെയും താഴോട്ടും പോകുമ്പോൾ മോളിൽ നിറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. നിന്ദകളും പടികളും രുചികളും സഹിച്ച് മുമ്പത്തെ അത്ര സുഖകരമല്ലല്ലോ. അവൻ പോവുകയും ചെയ്തു. മുമ്പിൽ ഒപ്പിച്ചേച്ച് പോയതാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് മുകളിൽ നിന്ന് വന്നതായി മന്ന. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോകുമ്പോഴും ചിലര് ഈ താഴെ നിന്ന് പിന്നെയും താഴേക്ക് പോകുമ്പോഴും മുകളിൽ നിറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. മന്ന ക്രിസ്തുവിന്റെ നിഴല. അത് മുകളിൽ നിന്ന് വന്നതാണ്. 2, നിങ്ങൾ മന്നയെ ശ്രദ്ധിച്ചേ, കൊത്തമ്പാലരി പോലെ വെള്ള നിറവന്ന എന്ന് പറഞ്ഞാൽ മന്ന ചെറുതാണ്. അത് ക്രിസ്തുവിന് നിഴല. കാരണം വലിയവനായ ദൈവം, സ്തോത്രം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ ചെറുതായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. അതാ ക്രിസ്തു. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ. ഈ അണ്ടകടാകം നമ്മൾ ചിന്തിച്ചാൽ അന്തം വിട്ടുപോകും. അണ്ടകടാകം, നക്ഷത്രങ്ങളും നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. ഗാലക്സി. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്ക് മാർ അകലത്തിലാണ് അസ്കരൻ.
ഭൂഗോളം ഇതിന് വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 28,000 പരിഗണാകം. ഭൂവിലും മടങ്ങഴും ഭാഗവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരുടെ 12,00,000 അർക്കന് നേദിഷ്ടമാം 5,00,000 കോടികൾ മൈൽ ദൂരവേ ചരിക്കുന്നെന്ന് പ്രേക്ഷകരെണ്ണിയിട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായി 60 കോടി. അന്നെണ്ണിയപ്പം ഇപ്പൊ പിന്നെയും കണ്ടുപിടിക്കുക. നമ്മളിതൊക്കെ ചിന്തിച്ചാൽ മാലുണ്ടാകുമെന്ന്, അസുഖം ഉണ്ടാകും. അവിടെ നമ്മൾ അധികം ചിന്തിക്കാതിരിക്കുന്നതാ നല്ലത്. അപ്പൊ ശ്രദ്ധിക്കുക, അസുഖം ഉണ്ടാകും ചിന്തിച്ചാൽ. അതുപോലെ കിടക്കുക ഇത്. കോടി കോടി നക്ഷത്രങ്ങൾ, ഭൂമിയേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ വേറെ. ഈ ഭൂമിയെ പോലെ പല ഭൂമികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നക്ഷത്രങ്ങൾ വേറെ. കണ്ടുപിടിച്ചത്, ഇനി കണ്ടുപിടിക്കാനുള്ളത് വേറെ. അങ്ങനെയുള്ള അണ്ടകടാകത്തിൽ വേറൊരു ഗോളത്തിൽ പോയിരുന്ന് നോക്കുമ്പോൾ ഭൂമിയെ നോക്കുമ്പോൾ ഒരു ചെറിയ പൊട്ട് പോലെ തോന്നും. അത്രേ ഉള്ളൂ. ഇതെല്ലാം സൃഷ്ടിച്ചവൻ ദൈവമാണ്. ആ വലിയവനായ ദൈവം ഏറ്റവും ചെറിയൊരു ഗോളമാകുന്ന ഭൂമിയില്, ആ ഭൂമിയിൽ തന്നെ കരകിലേക്കാളും കൂടുതൽ വെള്ളമാണ്. അങ്ങനല്ലേ? കൂടുതലും വെള്ളമാണ്, കര കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് കരയുള്ളതിൽ തന്നെ ഒരു ചെറിയ രാജ്യമാണ് പലസ്തീൻ. ചെറുപ്പമായി പറഞ്ഞു വരുന്നത് ചെറിയ രാജ്യമാണ് പലസ്തീൻ. ആ രാജ്യത്തിൽ ഒരു ചെറിയ സ്ഥലമാണ് സ്തോത്രം നസറേത്ത്. സ്തോത്രം. ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ചെറിയ ഭവനത്തിൽ ഒരു സഹോദരി മറിയം. 6 അടി എന്നങ്ങ് ചിന്തിച്ചോ, ഉടക്കൊണ്ടാക്കാതിരിക്കാൻ. അല്പം കൂടുതലാകാം, അല്പം കുറഞ്ഞെന്നും വരാം. ന്യായമായൊരു കണക്ക് പറയുക. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, എന്തിനാ എൻ്റെ അച്ഛാ ഞാൻ ജീവിക്കുന്ന ഒരു ചാൺ വയറിനാ. ഒരു ചാണ്. ആ ഒരു ചാൺ വയറിനകത്ത്, എൻ്റെ ഭാഷയിലങ്ങ് പറയാം, ഇതിനകത്ത് ഒരു ചെറിയ അവയവമാ ഗർഭപാത്രം. അതിനകത്താ ഈ വലിയവനായ ദൈവം അവതരിച്ചത്. വചനം ജഡമായി തീർന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായി പിന്നെ നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ചിന്തിക്കേണ്ട വിഷയം, ഈ വലിയ അണ്ടകടാകത്തെ നിർമ്മിച്ച ദൈവം, വലിയവനായ ദൈവം, എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ ചെറുതായി 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 ഒരു സ്ത്രീയുടെ ഉദരത്തിൽ, ആ വലിയവനായ ദൈവത്തിന് ഇതുപോലെ ചെറുതായിട്ട് അവതരിക്കാമെങ്കിൽ നമുക്കൊന്ന് ചെറുതായാൽ എന്നാ? നമുക്കൊന്ന് ചിലരുടെ ഇരിപ്പും ഭാവവും പോക്കും മട്ടും സംസാരവും ശൈലിയും പ്രകൃതിയും ഒക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പം എന്നെ പറയാനല്ല, ഇപ്പം ഡംപാടുവാണിടും ധനാഢ്യർ സാധുക്കളായോരും ഡംപോടു വാണിടും ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അന്ത്യേ ഒരുപോലെ ലോകം എല്ലാരും ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീ അതു ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീ അതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീ അതു മറക്കാതെ.
ഇപ്പം ശരിയായി. ഇടയ്ക്ക് ഞാൻ വിഷമിച്ച് എവിടെ പോയാ ഇനി പോകരുതേ. അപ്പൊ ശ്രദ്ധിക്കുക, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ ചെറുതായിട്ട്, അവൻ നമുക്കൊന്ന് ചെറുതായാലെന്നെ, നമ്മൾ വലുതല്ലല്ലോ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ വലുതല്ലേ? ഒരു വലിപ്പവുമില്ലാത്ത എനിക്കും നിങ്ങൾക്കും ഒന്ന് ചെറുതായാലെന്നെ. ചിലരോട് മിണ്ടാൻ വലിയ ബുദ്ധിമുട്ട്, കൈ കൊടുക്കാൻ ബുദ്ധിമുട്ട്, അടുത്തിരിക്കാൻ ബുദ്ധിമുട്ട്, സഹകരിക്കാൻ. എന്തോ അമ്മേ സമയമായെന്നാ പറഞ്ഞേ. എന്നെ അമ്മേ എനിക്കാന്നോ? നല്ലതായിരുന്നു. അമ്മയ്ക്ക് കരുണ തോന്നിയല്ലോ, ദൈവത്തിൻ്റെ മഹത്വം. നല്ല ചൂടിക്കൊണ്ടു അമ്മനെ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കൊന്ന് ചെറുതായാൽ എന്താ? നമ്മുടെ ഈ വലിപ്പോ ഈ അഹങ്കാരവും അഹംഭാവവും ഒക്കെ ഒന്ന് നിർത്തിയേച്ചേ, ഒന്ന് ചെറുതാകും. തണ്ട് വച്ച പടകും പ്രതാപമുള്ള കപ്പലും ഒന്നും അങ്ങ് ചെല്ലുകയില്ല. സ്തോത്രം. നമ്മൾ നല്ലതുപോലെ താഴുകയാണെങ്കിൽ, എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാ, വചനത്തെ കൂട്ടുപിടിച്ച നല്ലതുപോലെ ഒന്ന് താന്ന് കൊടുത്താൽ ദൈവം തമ്പുരാൻ നമ്മളെ നല്ലതുപോലെ ഉയർത്തും. താഴുന്നതിനനുസരിച്ച് നിനക്ക് ഉയർച്ച കിട്ടുമെന്ന്. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം. അതുകൊണ്ടാ എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തത്. ചിലർ ഈ കൃപയിൽ വന്നാലും ഭയങ്കര വീരസ്യം പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആരാണെന്ന് അത് ഞങ്ങൾ കണ്ടു നിവർന്ന് കിടക്കുന്നത്. അന്നേരം മനസ്സിലായി നീ ഇത്ര ഉള്ളെന്ന്. ഞങ്ങളുടെ വീട്ടുകാരാരാന്ന് അതും മനസ്സിലായി. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ കണ്ടായിരുന്നു. ഞാൻ ഏത് ഫാമിലിയാണെന്ന് ഒക്കെ സമ്മതിച്ചു. കർത്താവിൻ്റെ അത്ര ഒരുത്തനും ഇല്ലല്ലോ. ആ ദൈവത്തിനൊന്ന് താഴാങ്കിൽ നമുക്കൊന്ന് താന്നാൽ തന്നെ. അതെ, മന്ന ക്രിസ്തുവിന് നടല. ഒന്ന്, ഇത് മുകളിൽ നിന്ന് വന്നതാ. രണ്ട്, ഇത് ചെറുതാ. ഞാൻ എപ്പോഴും പറയും, മൂന്ന്, ഇത് ഉരുണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എവിടുന്ന് നോക്കിയാലും മൊനയില്ല. മന്നയ്ക്ക് മൊനയില്ല, ഉരുണ്ടിരിക്കുക. മേളിൽ നിന്ന് നോക്കിയാലും മൊനയില്ല, താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാലും മൊനയില്ല, സൈഡൊക്കെ നോക്കിയാലും മൊനയില്ല, ഉരുണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ ഞാൻ പറയുന്ന മന്നയ്ക്ക് മൊനയില്ല എന്ന് പറഞ്ഞാൽ യേശുവിന് യാതൊരു കുഴപ്പവുമില്ല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമാ നിസ്തുലം. കലിക്ഷതലേശം കാണുന്നില്ല മനുജനിലെന്നുറ ചെയ്യ
കല്ലുച്ചതലേശം കാണുന്നില്ല മനുജനിലം മുറ ചെയ്തുതാ മരണമതിൻ വിധിയെഴുതിയതിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം മരണമതിൻ വിധിയെഴുതിയതിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം എന്തോരത്ഭുത പുരുഷൻ തന്റെ മഹിമാനിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, ഊനമില്ലാത്ത പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഒരു കുഴപ്പവുമില്ല യേശുവിന്. സ്തോത്രം. അപ്പൊ ഒന്ന് മുകളിൽ നിന്ന് വന്നത്, 2 ചെറുതാ, 3 ഉരുണ്ടിരിക്കുക, മൊനയില്ല, 4 വാതൊക്കെ കിടപ്പുണ്ട്. മന്നേം തപ്പിയെടുക്കാൻ വേണ്ടി വണ്ടിക്കൂലി മുടക്കി കിഴക്കോട്ടും പോകണ്ട, വണ്ടിയെ കിടന്ന് തള്ളുണ്ടാക്കുകയും വേണ്ട, ട്രെയിനിലും കയറി തള്ളുണ്ടാക്കണ്ട, ഫ്ലൈറ്റ് ഇല്ലെന്നോർത്ത് മനസ്സിലായി കാണും. എങ്ങോട്ട് നീ പോകണ്ട, വാതൊക്കെ കിടപ്പുണ്ട്. രക്ഷ നിന്റെ സമീപത്താണ്. രക്ഷ തേടി ദൂരോട്ടൊന്നും പോകണ്ടെന്ന് വാതൊക്കെ തന്നെ കിടക്കുകയല്ലേ. ഒറ്റ കാര്യം ചെയ്യാൻ മതി, വാതിലൊന്ന് തുറക്കണം. ഹൃദയത്തിൻ്റെ വാതിലൊന്ന് അത് തുറക്കണം. അകത്തിരുന്നുകൊണ്ട് മന്നാതാ എന്ന് പറഞ്ഞാലൊന്നും കിട്ടുകയില്ല. വാതിലൊന്ന് തുറക്കണം. അത് ഹൃദയത്തിൻ്റെ വാതിൽ. വാതിൽ തുറന്നങ്ങോട്ട് നോക്കിയാൽ വാതൊക്കെ കിടപ്പുണ്ട് മന്ന. നിനക്ക് രക്ഷപ്പെടാം. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. വാതിൽ തുറന്നിടുക മകൻ മകളെ ദയവാ. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ കുഞ്ഞേ. വാതിൽ തുറന്നിടുക മകനെ മകളെ കുഞ്ഞേ. കാടുകര തേടിയോടി കൂകി വിളിച്ചിടുന്നു. കാടുകര തേടിയോടി കൂകി വിളിച്ചിടുന്നു. എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ ദയവായി. എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, മന്ന ദൂരത്തെങ്ങുമല്ല, നിന്റെ സമീപത്താണ്. ക്രിസ്തുവിനെ തപ്പി ദൂരോട്ട് പോകണ്ട, നീ ഇരിക്കുന്ന നിന്റെ അടുത്ത് വരും ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. ഈ രക്ഷയും ന്യായവതിയായിട്ട് ഒത്തിരി ദൂരമൊന്നുമില്ല. ഒത്തിരി ദൂരമൊന്നും. ഒരു ഉദാഹരണം വചനത്തിൽ നിന്ന് നിങ്ങൾക്കറിയാം. 300 മുഴം നീളം പെട്ടകം, 50 മുഴം വീതി, 30 മുഴം ഉയരം, 3 തട്ട്, പല കോഷ്ടം, ഒരു വാതില്. വിവരിക്കുന്നില്ല. എല്ലാവരോടും പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. നോഹ നെടുക നടന്ന് പ്രസംഗിക്കുക. എല്ലാവരും ഒന്നും ഗുണപ്പെട്ടില്ല. അത് അന്നും അങ്ങനെ, ഇന്നും പിന്നെ. പക്ഷെ പുള്ളി പ്രസംഗമൊന്നും നിർത്തിയില്ല.
പുള്ളി പ്രസംഗിച്ചു, ദൈവം പറഞ്ഞതല്ലേ, പ്രസംഗിച്ചു. കൊച്ചുങ്ങളും യൗവനക്കാരും ഒക്കെ പുള്ളിക്ക് പറഞ്ഞ്, പുള്ളിയൊക്കെ നോക്കി പറഞ്ഞ് ഇത് കൊച്ചുങ്ങൾ പറഞ്ഞു, കലിങ്കയിലിരുന്ന കൊച്ചുങ്ങളൊക്കെ. ആ ബുള്ളറ്റിൽ ഇങ്ങനെ പൊട്ടപ്പൊട്ടാന്ന് വന്നപ്പം നോകയപ്പച്ചൻ അങ്ങനെ മുന്നിരുന്ന് പറഞ്ഞ്, അപ്പൊ കൊച്ചുങ്ങൾ പറയാ, പോഷനാണിയാൾ, അയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. കൊച്ചുങ്ങൾ പറയാ, ഇച്ചിരി ഇളക്കം ഉണ്ടെന്നാ അല്ലേ, കവല നിന്ന് അല്ലേലി ആ ഊറി എന്നൊക്കെ. പോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുന്ന നീ പൊട്ടനല്ലാതെ വല്ലോരും ചൊല്ലുമോ? ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ചു കുളിച്ചാൽ ചറുപറ പറയുന്നത് മാറും. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ചു കുളിച്ചാൽ ചറുപറ പറയുന്നത് മാറും. കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വീണ്ടുളറിനാൽ ഉണ്ടാമോ ജലപ്ലാവം? മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാവണ്ടി വല്ലത് ഉണ്ടാകും. മിണ്ടാതിനി കുണ്ടാവണ്ടി ഉണ്ടാകുമെന്ന് വിവരിക്കുന്നില്ല. നോഗയ്ക്ക് ഇതൊന്നും വിഷയമല്ല. നോഗയ്ക്കറിയാം ദൈവമായ എന്നോട് ഇത് പറഞ്ഞു. നോഗയിൽ പ്രസംഗിച്ചു, എല്ലാവരും ഒന്നും ഗുണപ്പെട്ടില്ലെങ്കിലും തന്റെ കുടുംബം ഇതിനകത്ത് കയറി. ഇഴജാതിയും മൃഗജാതിയും പറവജാതിയും മനുഷ്യജാതിയിൽ 8 പേരും ഇതിനകത്ത് കയറി. ജലജാതി മാത്രം കയറിയില്ല, കാരണം വെള്ളം പൊങ്ങാകുമ്പോൾ അതിനെ ഇതിനകത്ത് കയറ്റിയിട്ടും വലിയ കാര്യം ഇല്ല. സ്തോത്രം. സമയമായപ്പം ദൈവം അങ്ങ് വാതിലടച്ചു. ഈ ഞാനെപ്പോഴും പറയാൻ, പെട്ടകത്തിനകത്ത് ഇതെല്ലാം അങ്ങോട്ട് ചാടിക്കയറിയപ്പം നാട്ടുകാർ പെട്ടകം ഉണ്ടാക്കിയ പുള്ളി, പലക ചിന്തയിലിട്ട പുള്ളി, പഠിച്ച പുള്ളി ഒക്കെ അഭിപ്രായം പറഞ്ഞു. പഠിക്കുന്നവനായിരിക്കും കൂടുതൽ അഭിപ്രായം പറയാൻ. പഠിക്കുന്നവനാണെന്നല്ലോ ഇപ്പോഴും കൂടുതൽ. പിന്നെ അവൻ ഒരു യോഗത്തിന് വന്നാലും ഒരു പഠിച്ചേച്ചേ അവിടെ നിന്ന് പോവുള്ളൂ. അപ്പം പഠിക്കാരെല്ലാം മാറി നിന്ന് അഭിപ്രായം പറഞ്ഞു. അപ്പം എൻ്റെ ചിന്തയാണ്, ഈ കോഴി ആടി ഇതിനകത്ത് കയറി. ഏതാ? കുക്കുടം, പൂവൻകോഴി. കോഴി ചാടി കയറി, പുറകെ കുറുക്കനും കയറി. ഉടനെ പഠിച്ചവൻ പറഞ്ഞു, എടാ 2 കൂടെ കയറിയിട്ടുണ്ട്. എന്തോ അന്ന് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ മറ്റവൻ ചോദിച്ചേ, എന്നാ എന്തേലുമൊക്കെ ആയിരിക്കും. അനക്കവില്ല. മറ്റവൻ അവൻ കയറി പിടിച്ചതാ, കുറുക്കം പിടിച്ചെന്ന് പഠിക്കുന്നവനൊക്കെ അഭിപ്രായം പറയുന്ന വെളിയിൽ നിന്ന്. അപ്പൊ പെട്ടകത്തിനകത്ത് കയറിയ കോഴി, എൻ്റെ ചിന്തയാ, കോഴി ചാടി ഒരു തട്ടയെ കയറി ഇങ്ങനെ ഇരുന്ന്. അപ്പൊ കുറുക്കൻ ഇങ്ങോട്ട് കയറി. നമ്മ കോഴി പ്രൈസ്തല്ലോ. കുറുക്കൻ അവിടുന്ന് സിസ്റ്റർ സ്തോത്രം. ഇവിടെ പെട്ടകത്തിനകത്ത് ഇതാ പഠിക്കുന്ന നീ വെളിയിലിരുന്ന് പാര വെച്ചാവല്ലോ ഇതിനകത്ത് കേക്കുവോ? ഇതിനകത്ത് ആമൻ സ്വന്തം മാനസാന്തരപ്പെട്ടവൻ കയറിയിരിക്കുക. ഈ പെട്ടകം ക്രിസ്തുവാ. ഇത് ക്രിസ്തുവാണ്. ഇതിനകത്ത് ഒരുവൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടി. കുറുക്കൻ കയറി പറഞ്ഞു, സിസ്റ്ററെ ഞാൻ പുതിയ സൃഷ്ടിയാ. സ്തോത്രം. കോഴി പറഞ്ഞു, പ്രൈസല്ലോ. കുറുക്കൻ പറഞ്ഞു, നമുക്കൊരു പാട്ട് പാടാം. ആനന്ദമേ പരമാനന്ദമേ ഈ പെട്ടകത്തിലെ ജീവിതമാനന്ദമേ. അല്ല, പഠിച്ച നീ വെളിയിൽ കിടന്ന് അന്തും ഇന്നും ഞങ്ങളുടെ കോട്ടാലി തള്ള പറയാൻ പോലെ അന്തും ഇന്നും പറയുമ്പോ ഇതിനകത്തെ കാട്ടിലെ രാജാവാ സിംഹം. സിംഹം ചാടി അകത്ത് കയറി നോക്കിയപ്പോ ഒരു ഇളമാൻ വരുന്നു. ഇളമാൻ മാനെ കണ്ടോടനെ സിംഹം പറഞ്ഞു, പ്രൈസ് ഗ്ലോറി സിസ്റ്ററെ. ഉടനെ മാൻ ചിന്തിച്ച്, വന്നാട്ടെ സിസ്റ്ററിൻ്റെ അടുത്തിരുന്നാട്ടെ. ഉടനെ പുള്ളിമാൻ പെട്ടകമാണ് സാർ, അതെല്ലാം നല്ല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്.
നോകിന്റെ തനയരാം യാപത്തും വിഷേമും ഹാമും. അകത്ത് കയറി കക്ഷികളാ. മാമ പോവാന്നോ ബാഗൊക്കെ എടുത്ത്? 9:30 എന്നാ എന്നോട് പറഞ്ഞു. 9:30 ആകുമ്പോൾ നിർത്താം എന്നോട് പറഞ്ഞത് കൊണ്ടാ. 9 ആയിരുന്നാൽ ഞാൻ 9-ന് നിർത്തിയാന്. 9:30 എന്ന് പറഞ്ഞു പോയത് കൊണ്ടാ. കൃത്യം 9:30 നിർത്തും. നോകിന്റെ തനയരാം യാപത്തും യേമും ഹാമും മോഹന ഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകും നോകിന്റെ പക്കിനിയും. ഇതിനകത്ത് കയറിയവരാ. വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി. വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജരങ്ങൾ ആടുമാടുകൾ കന്നുകാലികൾ ഇത്യാദിയും കാട്ടിലെ മൃഗങ്ങളാ കേസരി ദന്താവളം കാട്ടുപോത്തുക്കൾ കരിമ്പുലിക്കോലവും ശാർദൂലശീലമാം പുള്ളിപ്പുലിജാലവും അർത്യമർത്യ രൂപികൾ തുള്ളിയോടിടും തുള്ളിമാനോടും മുള്ളം പന്നി വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി അളങ്ക് അണ്ണിപ്പിള്ള കീരിയും അരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ തത്തകൾ പലതരം ഞാറകൾ കുളക്കോടി നത്തോട് പൊന്മാൻ മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും ഒക്കെയും ബോധം പെട്ടകം. ഇതെല്ലാം ഇതിനകത്ത് കയറി. കുടുംബശ്രേഷ്ഠത പറഞ്ഞവനും അദ്വൈതം പറഞ്ഞവനും വകുപ്പ് പറഞ്ഞവനും കീർവാണമടിച്ചവനെല്ലാം വെളിയിൽ. അർഹതയില്ലാത്തതിനെയെല്ലാം അകത്ത് കയറ്റി. പുറത്തു നിന്ന് ഒത്തിരി അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഒരുത്തൻ പറഞ്ഞേടാ ആന മറ്റവനെ കുത്തി കാണും. ഇപ്പം ആനൊക്കെ ഒന്നും എന്തെല്ലാം അഭിപ്രായമാണ് പറയുന്നത്. സ്തോത്രം. പെട്ടകത്തിന് ഈ പറയുന്ന അകത്ത് വേറെയാ പരിപാടി. സ്തോത്രവും പ്രാർത്ഥനയും ആരാധനയും. ദൈവം വന്ന് വാതിലങ്ങ് അടച്ചു. മേളിലത്തെ ഉറവേം തുറന്നു, താഴത്തെ ഉറവേം തുറന്നു. സ്തോത്രം. പെട്ടകം പണിത ആപ്പ് വെച്ച് അവറാച്ചൻ അല്പം കഴിഞ്ഞമ്മ ഇപ്പം പഴയ ആപ്പാ. അപ്പം ആപ്പ് കൊണ്ടു കൊടുത്താൻ പറഞ്ഞ് നനവുണ്ട് കേട്ടോ, നനവുണ്ട്. ഉടനെ എൻ്റെ പെമ്പള വന്ന് പറഞ്ഞ അച്ഛാ വീട്ടിൽ വെള്ളം കയറി. യോടി ഞാൻ ചൊല്ലുന്നില്ല, ഒത്തിരി ഉണ്ട് ചൊല്ലാൻ. അവൻ്റെ കാല് തിണ്ണേ കയറി ഇവൻ തട്ടേ കയറി മച്ചേ കയറി കോടിക്കറി. അങ്ങനെ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ അവിടെ നിന്ന് താഴെ ഇങ്ങോട്ടും വരുന്നു. അടിച്ചു സകലത്തിനും തൂത്ത് തയ്യോ, അടിച്ചു തൂത്തു. വെള്ളമങ്ങ് പൊങ്ങിയെന്ന് ഒരു കാര്യം പറയാം. പാര വെച്ചവനും ടോർപ്പിടോ വെച്ചവനും ആപ്പ് വെച്ചവനും സ്തോത്രം ഏലാ ചിന്തേരിട്ടവൻ നന്നായിട്ട് ചിന്തേരിടും. നല്ലതുപോലെ ചിന്തേരിടുന്ന കക്ഷികളുണ്ട്. വീതുളിയായിട്ട് നടക്കുന്നവനുണ്ട്, നല്ല വീതുളി. സ്തോത്രം. സകല എണ്ണവും വെള്ളം കുടിച്ച് ചത്തു. പ്രമാണത്തിൽ നിന്നവനല്ല അകത്ത് കയറി, പ്രമാണമുള്ളവനല്ല അകത്ത് കയറി, പ്രമാണം അനുഷ്ഠിച്ചവൻ അകത്ത് കയറി, പ്രമാണത്തിന് വേണ്ടി നിന്നവൻ അകത്ത് കയറി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിശദീകരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ന്യായവതിയും രക്ഷയായിട്ട് ഒത്തിരി ദൂരമില്ലെന്ന്. മന്ന വാതിക്ക കിടക്കുകയല്ലേ, വാതിൽ തുറന്ന ഉടനെ വാതിക്ക രക്ഷ മന്ന. രക്ഷയും ന്യായവതിയായിട്ട് ഒത്തിരി ദൂരമില്ല. അതിനൊരു തെളിവാ പറഞ്ഞത്. ആ പെട്ടകത്തിന്റെ പലകയുടെ കനം, ഇതിനകത്ത് രക്ഷ, പുറത്ത് ന്യായവതി. ന്യായവതി രക്ഷയായിട്ട് ഒത്തിരി ദൂരമില്ല. ഇന്ന് രാത്രി നീ തീരുമാനിച്ചോണം, നിനക്ക് രക്ഷ വേണോ ന്യായവതി വേണോ?
രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. ഹല്ലേലൂയ. മന്ന ക്രിസ്തുവിന് നിഴല. ഇന്ന് രാത്രി ഈ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പം, ആ മന്നയെ ഭുജിച്ചാൽ പ്രൈസ് ദി ലോർഡ്, നിനക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ വഴിയിൽ വെച്ച് നീ നശിക്കത്തില്ല. ഈ വഴിയിൽ നീ തകർന്നു പോകത്തില്ല. നീ മുടിഞ്ഞു പോകത്തില്ല. നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. ദൈവം നിന്നെ ഉയർത്തും. മന്ന യേശു ക്രിസ്തുവിന് നിഴല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുക 9:30 എന്നല്ലേ പറഞ്ഞേ, ഒരു 3 മിനിറ്റ് കൂടെ ഉണ്ട്. സ്തോത്രം. ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കറക്റ്റ് പറയുന്ന സമയത്ത് അങ്ങ് നിർത്തുക, അത് നല്ലതുവാ. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിലെ ശിവപാസ് പറയുക ഞാൻ ഒത്തിരി കണ്ടതാണ്. ഇപ്പം 1-2 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ കറക്റ്റ് ടൈമിൽ നിർത്തുന്നത്. സ്തോത്രം. കറക്റ്റ് ടൈമിൽ നല്ലതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട മാണിച്ചനെ ഇടയ്ക്കിടയ്ക്ക് യോഗത്തിന് വിളിക്കുന്നതിന് ദൈവത്തിന് മഹത്വം. ദൈവം അനുവദിച്ച നമ്മുടെ കൺവെൻഷൻ നടക്കുകയല്ലയോ, ദൈവം അനുവദിക്കാന്നേ വരാം. എല്ലാ കൂട്ടായ്മകൾക്കും നന്ദി. സ്തോത്രം. ഇടയ്ക്ക് എവിടെ ഞാൻ വിഷമിച്ചു പോയി. ഇനി അങ്ങനെ പോകരുത്. എനിക്ക് സഹായത്തിന് നിൽക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടാം. മൊത്തം പാടി ആരാധിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. എന്ന് നീ വന്നിടും എൻ്റെ മണ്ണമാല, നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീരുവാൻ, ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ. മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനേ മകേശ മകരാജനേ മകേശ മകരാജനേ. അമേ ഗാഗലനാഥ ബന്ധൂതഗണനോ കോടിരഥങ്ങളുമായി വന്നിടോ പ്രിയ രക്ഷകൻ, വന്നിടോ പ്രിയ രക്ഷകൻ. അമേ മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനേ മകേശ മകരാജനേ മകേശ മകരാജനേ. അമേ മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനേ മകേശ മകരാജനേ മകേശ മകരാജനേ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. തിരുവല്ലായിലെ ഖബ്രോൻ ചർച്ചിനെയും എളിയവരെയും കുടുംബത്തെയും കൂട്ടുവേലക്കാരെയും ഓർക്കുന്ന സമയം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസനും കുടുംബത്തിനും സഹശുശ്രൂഷകർക്ക് നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.